അപ്പൊ എന്തൊക്കെയാ പരിപാടി താൻ തന്നെ പറഞ്ഞോണേ. എനിക്ക് ഇതിനെ പറ്റിയുള്ള ഐഡിയയില്ല. ഞാൻ ഇതിനകത്ത് ആവശ്യമുണ്ടെന്ന് തോന്നണല്ലോ. അല്ല, സംസാരിക്കാമല്ലോ നമുക്ക് വർഷം തോറുന്ന ഈ സംഭവം. അവൻ പറയുന്ന പോലൊക്കെ കൂടെ നിന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇയാള് പറയുന്നോണ്ട് നമ്മള് യോജിക്കാണല്ലോ. എല്ലാത്തിനും റണ്ണിങ് അല്ലേ? നോക്കിക്കോണേ. താൻ അവിടെ പറഞ്ഞ മൈക്ക് എവിടെ ഉണ്ട്? വേറെ ഇതാണ് ഞങ്ങളുടെ മൈക്ക്. അജുവേ, നമുക്കിവിടെ വർഷം വെള്ളപ്പൊക്കം ഉണ്ട് അല്ലേ? എല്ലാ വർഷവും നിരന്തരമായിട്ട് നമുക്ക് ആ സീസൺ ആവുമ്പോൾ വെള്ളപ്പൊക്കം കാര്യങ്ങളുണ്ട്. ഇത് പക്ഷെ ഒരു പ്രതിവിധിയും ഇല്ലാതെയാണ് ഈ സംഭവം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രതിവിധികളില്ല. എല്ലാ വർഷവും നമ്മൾ ഇത് അറ്റൻഡ് ചെയ്ത് പോവുക, വെള്ളം കയറുക, നമ്മൾ ഈ പറയുന്ന പോലെയുള്ള സ്ഥലങ്ങൾ പോയി നിൽക്കുക, ഈ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ഏകദേശം ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ KSRTCയുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, മൊത്തം എറണാകുളം KSRTCയുടെ കണ്ടിട്ടില്ലേ? നമുക്ക് ശുദ്ധമായി ശ്വസിക്കാൻ പറ്റില്ല. ഡ്രൈനേജ് വാട്ടർ, അതേപോലെ തന്നെ കക്കൂസ് മാലിന്യം കൊണ്ട് വെള്ളം ഒന്ന് പൊങ്ങി ഈ ഡ്രൈനേജും ഉള്ള സെപ്റ്റി ടാങ്ക് എല്ലാം പൊട്ടി ഒഴിക്കുന്ന വെള്ളത്തിൽ കൂടെ പിള്ളേർ കളിക്കുന്നത്. അതെ, തീട്ട വെള്ളത്തിൽ കിടന്നുള്ള ഒരു കുട്ടകളിയാണ് ഈ എറണാകുളത്തെ സിറ്റിയിൽ നടക്കുന്നത്. പോട്ടെ, ഇവിടെ എടപ്പള്ളിയിലൊക്കെ പൊങ്ങിയപ്പോ ഓർക്കുന്നില്ലേ? ഉള്ള ഓടയെല്ലാം കൂടെ ഒലിച്ചിട്ട് ഒറ്റ പോലീസുകാർ പോലും ആ പ്രദേശത്തോട്ട് വന്നില്ല. ആരും വരത്തില്ലൂ. മനസ്സിലാവും. ഏറ്റവും വലിയ വിറ്റ് എന്താണെന്നറിയോ? നമ്മള് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് നമ്മുടെ അടുത്ത് വന്ന് വോട്ട് തെണ്ടി ജയിച്ചിട്ടുള്ള ആൾക്കാര് അവരുടെ പ്രിയോറിറ്റിയിൽ വരുന്ന ലിസ്റ്റേ അല്ലത്. അവര് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൊഫൈൽ ഇത് എന്താ പറയാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതിനൊരു മാറ്റമില്ല. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റ് കൂടുന്നതിനെ കുറിച്ചൊക്കെ അതെ, അവര് ഡെയിലി ചിലപ്പോ ട്രാവൽ ചെയ്യുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേയറിന് നിവേദനം കൊടുത്തിട്ട് 15 ദിവസത്തിന് മുകളിലായി. ഞാൻ അയച്ചുതരാട്ടാ, ഞാൻ കാണിച്ചു തീർച്ചയായിട്ടും. അപ്പോ അതില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേയർ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. കല്ലൂര് കത്രിക്കടവിന്റെ അവിടെ ജഹാളിന്റെ തൊട്ട് മുന്നില്, അതായത് ഡ്രൈനേജ് വാട്ടർ ലീക്ക് ചെയ്ത് മറ്റേ ട്രാൻസ്ഫോമറിന്റെ അടിയിലേക്കാണ് പോകുന്നത്. എങ്ങനെയുണ്ട്? ട്രാൻസ്ഫോമറിന്റെ അടിയിലേക്ക് ആൾക്കാർ നടന്നു പോകുന്ന പ്ലേസ്. ഒരു കാര്യമുണ്ട്, ആരെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ വാർത്തയാവും. മറ്റേ എല്ലാരും അങ്ങ് ഇടപെടും. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ബൈക്കുമായിട്ട് പോയി സൊമാറ്റോക്കാരൻ വീണ കുഴിയുണ്ടല്ലോ ഈ റോഡ് സൈഡിൽ തന്നെ, ഇവരുടെ പാളിച്ചാന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു വീഴ്ച തന്നെ ഇത് നേരത്തെ പറഞ്ഞാൽ ഒന്നും ആരും കേൾക്കത്തൊന്നുമില്ല. താൻ പോയി അവിടെ പോയി നിവേദനം കൊടുക്കും. എല്ലാവരും കാര്യം ചെയ്യും, അതിനകത്ത് ചാടി ചാകാവോ? നിങ്ങൾ തയ്യാറാവണം. ഇത് മറ്റേ കരുവാടി കുട്ടല്ലേ മറ്റേ ചോദിക്കില്ലേ, എനിക്ക് വേണ്ടി നീ ചാവാൻ തയ്യാറാണോ പരിപാടി? ഇവിടെ എല്ലാ പരിപാടിയിലും ഇങ്ങനെയാ. ഇപ്പൊ താൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു നോക്ക്. പരാതി കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതി അവിടെ വാങ്ങിച്ചു വെക്കുന്നല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികളൊക്കെ കണക്കാണ്. ഇപ്പൊ നമ്മള് അത്രയും മിടുക്കന്മാരായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അത്രയും കോണ്ടാക്ട്സും ബന്ധങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലാതെ ഒരു സാധാരണക്കാരന് ഒരു പരാതിയായിട്ട് ചെന്നാൽ നടക്കാത്ത പോലെ, ഗവൺമെന്റ് ഓഫീസിൽ ചെന്നാൽ നടക്കാത്ത പോലെ, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ചെന്നാൽ നടക്കാത്ത പോലെ ഇങ്ങനെ ലാഗായി പോകുന്ന പരിപാടി നമ്മളിവിടെ കാലാകാലങ്ങളായിട്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഡ്രെയിനേജ് പൊട്ടിക്കിടക്കാന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുള്ളൂ. ഒരു വിഷയമുള്ള കേസ് വെള്ളം പോകുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങ് പോവുള്ളൂ. മഴ പെയ്ത് വെള്ളം കയറി അങ്ങ് വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉണ്ടാവട്ടെ, അപ്പൊ നോക്കാൻ കാര്യമുണ്ട്. അങ്ങനെയാ വെള്ളപ്പൊക്കം ഉണ്ടായുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഫണ്ട് പിരിക്കാം. ഭയങ്കരമായ ഒരു ഫണ്ട് പിരിവിടാണ്. അത് ഒരു കൂട്ടരല്ല, എല്ലാവരും ടാക്സ് ഒക്കെ അടയ്ക്കാത്ത ആൾക്കാരടക്കം ഭയങ്കര പിരിവ്. സിനിമാടന്മാരുടെ സംഭാവന, സിനിമാടന്മാരുടെ രക്ഷകരാവും. മോഹൻലാലിന് 3 കോടി, അല്ലു അർജുന് 10 കോടി, അങ്ങനെ എല്ലാവരും കൊടുത്തു കഴിയുമ്പോൾ ഇവന്മാരെ വണങ്ങാനും തൊഴുതാനും ഒക്കെ ആൾക്കാർ ഭയങ്കര റെഡി ആയിട്ട് നിൽക്കും ഇവിടെ. മനസ്സിലായില്ല, അവർക്ക് വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല ഇങ്ങനെയുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് ഒന്നും എടുക്കാതെ. എല്ലാ വർഷവും ഉണ്ട്, എന്നിട്ടും അതിനൊരു പരിഹാരം കാണാനായിട്ട് ഈ പറഞ്ഞ പോലെ മുണ്ടക്കൈ നടന്ന സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ മണ്ണിടിച്ചിലുണ്ടായതിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു വലിയ മേഘവിസ്ഫോടനം. ഈ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു മേഘം ഉണ്ടായിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമല്ല, ബോംബ് ഉണ്ടാക്കുന്ന പോലെ അത് ഉണ്ടായി വരുന്നതാണ്. അതിങ്ങനെ കുറെ ദൂരം ട്രാവൽ ചെയ്ത് വന്നത് ഇവര് കണ്ടില്ല, വീഴുവെന്ന് അറിയത്തില്ല, വീണ് കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല എന്ന് പറയുന്നിടത്ത് ഒരു ചതിയുണ്ട്. അതിനകത്തൊരു കുഴപ്പമുണ്ട്. എല്ലാ ഫ്ലഡിനും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇത്രയും കാഷ്വാലിറ്റീസ്. അല്ലാതെ വേൾഡിൽ പല ഭാഗത്തും പല കത്രീനെയും അടിക്കുമ്പോൾ എന്താ അവിടെ ലോസ് ആഞ്ചലസിൽ ഒരു പ്രതീക്ഷയില്ലാത്തടത്ത് തീ കത്തിയിട്ട് ഇത്രയും പേര് ചത്തില്ല. മനസ്സിലായി? ഇവിടെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്.
ഈ പറഞ്ഞ പോലെ വാണിംഗ് ഒന്നും കൊടുത്ത ഇവര് പോത്തൊന്നുമില്ല. അവിടെ അവിടെ നിന്ന് കത്തി മരിക്കും. എന്റെ മണ്ണ്, എന്റെ അച്ഛനെ കുറിച്ചിട്ട് ഭൂമി, പിന്നെ എടുത്തോണ്ട് ഓടും കുറെ സാധനങ്ങളൊക്കെ. മനസ്സിലായി? എല്ലാ സാധനവും പൊക്കി പിടിച്ചോണ്ടേ ഇറങ്ങത്തുള്ളൂ. TV, വാഷിംഗ് മെഷീൻ ഒക്കെ എടുത്തിട്ട് രക്ഷപ്പെടുത്താൻ നോക്കും. ജീവനൊക്കെ വിലയുള്ള സാധനങ്ങളല്ലേ. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? നമ്മുടെ ഇവിടെ ഒരു ഇതുണ്ട്, GCDA എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും, ഗ്രേറ്റസ്റ്റ് കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി. ഈ GCDAയിൽ നമ്മൾ പരാതി കൊടുത്തിട്ട് അതെ, കൊച്ചിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് നിവേദനം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ റെസ്പെക്ട് ചെയ്യണം. കാരണം ആള് വളരെ മര്യാദപൂർവ്വം അതെടുത്ത് വായിച്ച് കാര്യങ്ങൾ നമ്മളോട് റെസ്പോൺസ് ചെയ്തു. അത് റെസ്പോൺസ് ചെയ്ത് നമ്മൾ അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അത് പരിഹരിക്കാതെ ഇപ്പോഴും അവിടെ ഇണക്കത്തിൽ കുണക്കുക, ആക്ഷൻ എടുക്കണം. അതാണ് മര്യാദയ്ക്ക് സംസാരിച്ചില്ല വിഷയം. അതായത് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ. അതായത് എപ്പോഴും എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആളെ ശത്രുവാക്കിയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ വലിയൊരു വില്ലൻ ഇപ്പുറത്തുണ്ടാവും. അതേപോലെയാണ് മേയറിന്റെ സ്വഭാവം ഉണ്ടായിരുന്നത്. മേയറിന്റെ അടുത്ത് കൊണ്ട് കാണിക്കുമ്പോ എനിക്കിതൊക്കെ അറിയാം, ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്, ഞാൻ GCDAയിലേക്കൊക്കെ സംസാരിച്ചിട്ടുള്ള എന്താ വിഷയം എന്ന് പറഞ്ഞിട്ട് ആള് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞ് ഇതാണ് വിഷയം എന്ന് പറഞ്ഞു. ഇല്ല എനിക്ക് വ്യക്തമാവുന്നില്ല എന്ന് പറഞ്ഞു. ഇതറിയാവുന്ന ആൾക്ക് നമ്മൾ വിഷയം പറഞ്ഞിട്ടും വ്യക്തമാവുന്നില്ല. അവസാനം നമ്മൾ പറഞ്ഞു ഇവിടെ പബ്ലിക് സർവീസ് നടിക്കുന്നു. ഏറ്റവും വലിയ വിറ്റം തൊട്ടാന്ന് അറിയോ? പബ്ലിക് സർവീസ് കമ്മീഷന്റെ നേരെ മുന്നിലാണ് ഈ സാധനം. അതായത് അവിടെ പണി കഴിഞ്ഞിട്ടില്ല, പണി കഴിക്കാനുള്ള പറമ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷന്റെ തൊട്ട് മുന്നിലാണ് ഈ സംഭവം. എത്രത്തോളം അതായത് എന്നിട്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് കഴിയുമ്പോ GCDAയിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് ഈ പറയുന്ന മേയറിന് കൊണ്ടു കൊടുക്കുമ്പോ മേയർ ഈ സാധനം വായിച്ചു നോക്കുന്നില്ല. നമുക്കൊരു റെസിപ്റ്റ് തന്നുണ്ട്. പക്ഷെ വെള്ളപ്പൊക്കം വരാണെന്നുണ്ടെങ്കിൽ നമ്മള് ഈ പറയുന്ന സ്ഥലം ഇപ്പൊ ഈ KSRTC തൊട്ടിട്ട് GCDA തൊട്ടിട്ട് ഈ പറയുന്ന പ്ലേസുകളൊക്കെ, അതായത് വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്ലേസുകളും വെള്ളപ്പൊക്കത്തിൽ വന്നിട്ടുള്ള പ്ലേസുകളാണ്. എല്ലാ പ്രാവശ്യം വെള്ളപ്പൊക്കം ഫേസ് ചെയ്യുന്ന പ്ലേസുകളാണ്. അപ്പോൾ നമുക്കിത് നാളേക്ക് ഒരു പ്രൂഫാണ്. സത്യത്തില് പരമാവധി ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. ഈ പറയുന്ന നമുക്ക് തന്നിട്ടുള്ള ഒരു ഇതുണ്ട്, നമ്മളുടെ ആണ് ഓണർഷിപ്പ് എന്നുള്ളത് ഇപ്പോഴും ജനങ്ങൾ ഇവിടെ ഉണരുന്നില്ല. സീരിയസ്ലി സത്യത്തില് നമ്മളും കൂടി ഉത്തരവാദികളാണ്. അടുത്ത പ്രാവശ്യത്തെ വെള്ളപ്പൊക്കം വരാണെന്നുണ്ടെങ്കിൽ നമ്മളും കൂടി ഉത്തരവാദിത്തമാണ്. ഇവിടെ ഡ്രൈനേജ് വാട്ടർ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ല, വെള്ളം ലീക്ക് ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മള് ഈ കാര്യം ഒലിച്ചു പോകുന്ന ചാലകളൊക്കെ ഇവര് മെയിൻ്റെനൻസ് ഇല്ലേ? മറ്റേ സൈക്കോളജി ഇവിടെ വർക്ക് ചെയ്യണം, എനിക്ക് മനസ്സിലായി. അതായത് കറണ്ട് പോയി കഴിയുമ്പോൾ അപ്പുറത്തേക്ക് നോക്കില്ല നമ്മള്, അവിടെ വേണ്ട ഓക്കെ പറഞ്ഞ സാധനമില്ലേ, സാധനമാണ് ഇവിടെ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നത്. മൊത്തത്തിൽ വരുമ്പോ ഇവർക്ക് ഓക്കെ, നമുക്ക് മാത്രമായിട്ടൊരു പ്രശ്നം വന്നാൽ ഇവര് കടന്ന് കരയുകയും വെള്ളം വെക്കുകയും ചെയ്യും. ഇപ്പൊ താങ്കൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, മെയിൻ്റെനൻസിന്റെ വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യുന്ന എന്താണെന്നറിയോ? അവരുടെ സെക്ഷനിൽ പൈപ്പാണ് പൊട്ടിയെങ്കിൽ മാത്രമേ അവർ ഇടപെടത്തുള്ളൂ. വാട്ടർ അതോറിറ്റി എന്നല്ല, വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് ഡ്രൈനേജ് വാട്ടർ ഉൾപ്പെടെ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രിയുടെ കീഴിൽ വരുന്നത്. അതായത് ഈ പറയുന്ന വാട്ടർ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് അപ്പോ ഇദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന മന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോപ്പറായിട്ട് മന്ത്രിനെ നമുക്ക് നേരിട്ട് കാണാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് അവര് 1916 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് അതോറിറ്റി നമുക്ക് തന്നിട്ടുള്ളത്. അവിടെ നമ്മൾ വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 48 സാധാരണ എന്താ കസ്റ്റമർ കെയറിൽ പറയാം, 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അവര് പരമാവധി ആ പ്രശ്നം പരിഹരിക്കും. അല്ല അഥവാ പരിഹരിച്ചിട്ടില്ലെങ്കിൽ അവർ നമ്മളെ റിപ്പോർട്ട് ചെയ്യും, ഇങ്ങനെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയും. പക്ഷെ ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും ഈ പറയുന്ന അതോറിറ്റീസിനില്ല. അവരുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് പറയും. എന്നിട്ട് അവർ നമ്മൾ വിളിച്ചിട്ട് പറയും ഇത് ഞങ്ങളുടെ പരിധിയിൽ പെടുന്നതല്ല. അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾ ആരെ വിളിക്കുന്നത്? അപ്പൊ പറഞ്ഞു ഞങ്ങൾ വാട്ടർ അതോറിറ്റിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഇതിൽ വരുന്നതല്ലേ എന്ന് ചോദിക്കും പറയാം അല്ല ഞങ്ങളുടെ അല്ല, തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭാഗത്താണ് വരും. അപ്പൊ ഇവരെന്തിനാണ് ഇവർക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നത്? നമ്മൾ പ്രോപ്പറായിട്ട് പ്ലേസും പിൻകോഡ് അടക്കം കൊടുത്തിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രശ്നമുണ്ട്. അവരുടെ എന്തെങ്കിലും അത്യാവശ്യം വിളിച്ച് പറഞ്ഞാൽ അവർ അയ്യോ അത് ഞങ്ങളുടെ വരുതിയിലല്ലെന്ന് പറയും. പിന്നെ ഏത് വരുതിയിലാന്ന് ചോദിച്ചു പിന്നെ അത് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവിടെ വിളിച്ച് പറഞ്ഞ ഒരാൾ കറക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഇവര് വന്ന് കഴിയുമ്പോൾ എല്ലാ പരിപാടിയും കഴിയുമല്ലോ. ഇനി ചുമ്മാ പറഞ്ഞാലും അവർക്ക് വേണേൽ എസ്കേപ്പ് ആവാം. അങ്ങനെ പാടില്ല. ഇത് 112 വിളിക്കണ്ട പോലീസ് ആണെങ്കിൽ 112
കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിപാടിയാണ്. അതിനകത്ത് വിളിക്കാവോ, അല്ലാതെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഊരിലൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ വേസ്റ്റ്. പോലീസ് സ്റ്റേഷൻ നേരിട്ട് വരാതെ എടുത്തിട്ടും കാര്യമില്ല. ഇത് റെക്കോർഡ് ചെയ്യും, അവര് തിരിച്ച് റെസ്പോൺസ് ഉണ്ടെന്ന ഇതുവരെ നടന്നേക്കുന്നു. നമുക്കൊക്കെ അങ്ങനെ ഒരു അബദ്ധം പറ്റി, നമുക്കറിയത്തില്ല, നമ്മളെ പറ്റിച്ച് ഇവര് പോലീസുകാരെല്ലാം കൂടെ മനസ്സിലാവും. അതങ്ങനെയാണ്. എനിക്ക് പോലീസിന്റെ ആ ഒരു സ്കെച്ച് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയോ, ഒരാള് ഭയങ്കര സൗമ്യമായിട്ട് മോനെ അങ്ങനെ സംസാരിക്കും. ഒരാള് നീ എന്താണ് അവനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറയും. മറ്റൊരാൾ അവിടെ വേറെ ഒരെണ്ണം ഇരിക്കണ്ടാവും, ആളിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കണ്ടാവും ചിലപ്പോ. ഒരാള് വലിയ ഇങ്ങനെയൊക്കെയാണോ ഡീൽ ചെയ്യുന്നത് നിന്നോട്? സാറിന്റെ അടുത്ത് ചെല്ലുമ്പോ സൂക്ഷിച്ചോണം, ഭയങ്കര റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാവോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇവർക്ക് പരാതി കിട്ടിയ അത് ക്രോസ് ചെയ്തപ്പോ ഭയങ്കര നാടകമാ. 4 4 സ്വഭാവത്തിൽ നിർത്തും. നമ്മള് തന്നെ ഒരു എഫ്ഐആർ ഇടാൻ പോയിട്ട് 4 മണിക്ക് ഇട്ടിട്ട് ബാലയുടെ കേസിലെ പണക്കില്ലാതെ എഴുതി തന്ന പാർട്ടികളാ. എന്നിട്ട് മൈരെന്ന് പറഞ്ഞപ്പോ എന്നെ പിടിക്കാൻ വന്നേക്കുന്നു. പണ്ട് അച്ഛനമ്മമാര് പറയില്ലേ, ഞാൻ സ്ട്രിക്റ്റ് ആവാം, നീ കുറച്ച് സോഫ്റ്റ് ആയിക്കോ, അവൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ. അങ്ങനത്തെ ഒരു സാധനമാണെന്ന് തോന്നി. ഇവരെല്ലാം അങ്ങനെയൊക്കെയല്ലോ ജനിച്ചു വളർന്നതും പഠിച്ചതും, വേറെ ലോകത്തിന്റെ ഒരു മൂലയ്ക്കും പോയിട്ടില്ല. ഈ ഒരു അല്ല, ശരിക്കും ഞാൻ പറയാം, സത്യം, ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ലോകത്തിന്റെ വേറൊരു ഭാഗത്തോട്ട് ടൂർ പോലും പോകാത്തവർ, വേറൊരു സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ഇവരെ ഈ കേരള പോലീസിനൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പറഞ്ഞ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം പോരാ. എനിക്കറിയില്ല ഇവരെങ്ങനെ സെറ്റ് ചെയ്ത് ടീച്ചേഴ്സിനെയും വിടേണ്ടതാണ്. ഒന്ന് വിദേശത്ത് പോയി വെറുതെ പ്രശ്നമുണ്ടോ, യൂറോപ്പിൽ വിട്ടിട്ടും കാര്യമുണ്ടോ? ഇവന്മാരല്ലേ പോകുന്നേ, ഇവിടെ നിന്ന് പോയ യൂറോപ്പിൽ പോയവന്മാർ കാണിക്കുന്ന കണ്ടില്ലേ, തങ്കൻ ചേട്ടൻ്റെ അണ്ടിയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പബ്ബി കിടന്ന് തുള്ളി പോലെ. ഈ പൊട്ടന്മാർ വേണേ അവിടെ പോയി ഇംഗ്ര വിളിക്കുവോ, മറ്റേ ഭാരത് മാതാ കീ ചെയ്യുന്ന വിളിച്ചിട്ട് തിരിച്ചു വന്ന് എന്ത് ചെയ്യും? ഇല്ല, അങ്ങനല്ല ഇത് ചെയ്യേണ്ടത്. ട്രെയിനിങ് കൊടുക്കാൻ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആളെ. ഏറ്റവും വലിയ വിറ്റ് എന്താണെന്നറിയോ, ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, യൂണിഫോം ഇട്ടിരിക്കുന്ന പോലീസുകാരൻ എന്നോട് പറയാണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറരുത്. പോലീസിന്റെ വ്യക്തി സ്വാതന്ത്ര്യം, ഇതിന്റെ മെയിൻ പ്രശ്നം ഇതാണ്. ലോകപരിചയം ഇല്ല, വിവരമില്ല, നിയമവ്യവസ്ഥയെ കുറിച്ചിട്ട് പോലും അറിയത്തില്ല, ബോധമില്ല. എന്നെ തന്നെ അറസ്റ്റ് ചെയ്തെന്ന ഒത്തിരി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്നു കഴിഞ്ഞിരുന്നു. എന്നെ നിർത്തി ഫോട്ടോ എടുത്തതും കൊടുത്തതും പിന്നെ കാണിച്ചു കൂട്ടിയതും ഒക്കെ ആയിട്ടുള്ള പരിപാടി. അതിനുള്ള പരാതി കൊടുത്തിട്ട് അതിനൊന്നും ആക്ഷനും ഇല്ല. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടാവണമെങ്കിൽ ഇവിടെ പൗരന്മാരുണ്ടാവണം. അത് ശരിയാ. അറിയത്തില്ലല്ലോ, പൗരന്മാരില്ലല്ലോ, ഇവിടെ ജനങ്ങളേ ഉള്ളൂ. ഇവിടുത്തെ ഞാൻ ചുമ്മാ പറഞ്ഞല്ല, എടോ വലിയ വലിയ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അയാൾക്ക് പോലും ഈ കേരളത്തിന് ഇട്ടാവട്ടം വിട്ട് പോകാൻ പറ്റുന്നില്ല. ഈ IAS-കാർക്കും IFS-കാർക്കും ഒക്കെ ഉള്ള പുറത്തൊക്കെ ട്രെയിനിങ്. അല്ലാതെ ഇതിനെ താഴോട്ടിരിക്കുന്ന എല്ലാം ഇവിടുന്ന് ഗ്രേഡ് മൂത്തതും ഈ ഇട്ടാവട്ടത്ത് കിടന്ന് ഏതൊക്കെ ടെസ്റ്റ് എഴുതി, ഈ ഉടായ്പ ടെസ്റ്റ് ഇല്ലടോ ഇവിടുത്തെ പൊട്ട ടെസ്റ്റുകൾ എഴുതി ഏതൊക്കെ കാണിച്ചിട്ട് ലാംഗ്വേജ് അറിയത്തില്ല, മനുഷ്യരോട് ഇടപെടാൻ അറിയത്തില്ല, കൾച്ചർ ഇല്ല, വെറുതെ ഉടായ്പ്. ആ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ മിടുക്കനായിരിക്കും, കൈക്കൂലി മേടിക്കാൻ മിടുക്കനായിരിക്കും, ട്രാപ്പ് ചെയ്യാനും അങ്ങനത്തെ ട്രിക്കൊക്കെ ഇവര് പഠിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ ഇവർക്കൊരു കൊള്ളത്തില്ല. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കുന്നുമില്ല ശരിക്കും. സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയി നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവരൊന്നും വേറെ ഇവിടുന്ന് വന്നവരൊന്നും അല്ല. ഗവൺമെന്റ് ആയാലും ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും പോലീസുകാരാണെങ്കിലും ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ആരും ആയിക്കോട്ടെ, ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ സമൂഹം എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. സൊസൈറ്റിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ താൻ പറയുന്നത് ശരിയാ. പറയുന്നിടത്ത് വേറെ സാധനം കിടക്കുന്ന എവിടെയെന്ന് പറയാമോ? അങ്ങനെ നമ്മളൊരു മാറ്റം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല അമേരിക്ക എന്നൊക്കെ പോലീസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അവരെ കൊണ്ട് പോലീസിന് നടത്തില്ല. ഇവിടെ പ്രശ്നമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഞാനും താനും പറയുന്ന എല്ലാം തെറ്റാന്ന് ഇപ്പൊ എല്ലാവരോടും മനസ്സിലാക്കും. നമ്മളിവിടെ തന്നെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാനൊരു ഒറ്റ കാര്യം പറയാം. അങ്ങനല്ലത് ആ അർത്ഥത്തിലല്ല. ഞാൻ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു താങ്കളാണെങ്കിൽ വേറൊരു സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഒരു സ്റ്റേറ്റ് എക്സ്പീരിയൻസ്, നമ്മളിപ്പോ ഒരു കർണാടകയിൽ പോവാത്ത അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയി ഒരു വർഷം നമ്മൾ ഒറ്റയ്ക്ക് ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ജീവിച്ച് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ഇപ്പൊ വേറൊരു രാജ്യത്ത് പോയിട്ട് അജുബായി വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് ഒന്നും ഇവർക്കില്ല. അറ്റ് എ ടൈം ഓഫീസ് പോലും അറിയത്തില്ല. അതെ,
പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ ഞാൻ കഴിയുന്ന പറഞ്ഞ കാര്യം എന്നാന്ന് മനസ്സിലായോ? അതായത് ഈ ലോകത്തിന്റെ എവിടെ പോയിട്ടും കാര്യമില്ല, തനിക്ക് ഒന്നാക്കി ചിന്തിക്കാനുള്ള ശേഷി വേണം. അതെ, അല്ല തനിക്ക് ഇതിനകത്ത് ഈ സിസ്റ്റം കണ്ട മനസ്സിലാവണം ഇവിടെ എന്തോ ചെയ്യേണ്ടതെന്ന്. ഈ യുവന്മാർക്ക് ഇത് മനസ്സിലാവാനുള്ള ബോധം ഇല്ല. ഇവര് പഠിച്ചെടുത്ത പ്രശ്നമുണ്ട്. എല്ലാരും ഇവിടെ എല്ലാത്തരം ആൾക്കാരും കൊണ്ടുവരും. ഇവിടെ ഈ പറഞ്ഞ ഇതിനപ്പുറം ചെയ്യാൻ കഴിവുള്ളൂ, പക്ഷെ ഇവരെ അനങ്ങാൻ സമ്മതിക്കത്തില്ല. മെജോറിറ്റിക്കാ പ്രശ്നം. ഈ ഗവൺമെന്റ് സെക്ടറും ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഇന്ത്യയിൽ മൊത്തത്തിലങ്ങാകണം. അത് ഇവിടെ ഉള്ളവന്മാരെയൊക്കെ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ വിടണം. വേറെ സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാരെ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇത് ഏറ്റവും നല്ല സിസ്റ്റം കോപ്പി അടിക്കാൻ പറ്റും, എന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ ചെയ്യാൻ ആൾ വരാൻ പറ്റും. 2 കാര്യം ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ മൊത്തം നല്ല പ്രകാശത്തോട് കൂടിയിട്ട്, ഈ ഡിം ലൈറ്റ് അല്ല, നല്ല പ്രകാശത്തോട് കൂടിയിട്ടിട്ട് മൊത്തം സൈഡും മൊത്തം സ്ട്രീറ്റും ക്യാമറ ബേസ്ഡ് ആക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റിനെയും ഈ പറയുന്ന സിസ്റ്റത്തിനെയും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ അധികാരത്തിലാണ് ഈ സാധനങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലല്ല ഇവരോട് സംസാരിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോലീസിന് തന്നെ ട്രെയിൻ കൊടുത്തിട്ടുണ്ട് സാറിന് വിളിക്കരുതെന്ന്. അതേ പോലീസിനെ നമ്മൾ സാറിന് വിളിക്കാതെ അതേ സംഭവം അവരും പരസ്പരം സല്യൂട്ട് അതെ, ഈ വിധേയത്വം മാറി ഈ സിസ്റ്റം പ്രോപ്പർ ആക്കണം. പക്ഷെ ഒരു പ്രശ്നം, ജനാധിപത്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ വീട്ടിലല്ലെങ്കിൽ പോലും അത് ക്രൈമാണ് അല്ലേ? ഈ പോലീസിന്റെ സിസ്റ്റത്തിൽ പോലും ജനാധിപത്യം ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? വേറെ പ്രശ്നമുള്ള എന്നറിയാം, ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഒരു 20% മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ മറ്റ് പോലീസും എവിടെ ചെന്നാലും നമുക്ക് ഈ ജനാധിപത്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ഓഫീസിലോട്ട് ചെന്നാൽ വേറെ എവിടെയെങ്കിലും ജനാധിപത്യപരമായിട്ട് നമ്മൾ സമീപിക്കുമോ? ഇപ്പൊ ഈ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ കുറച്ച് വെറീഡാണ്, കുറച്ച് പേടിയുണ്ട്, ഭയന്നിട്ടുണ്ട്. ഇത് കണ്ടന്റ് ആയിട്ട് ഇത് പുറത്തു വരുമോ, ആളുകൾ കാണുമോ, സോഷ്യൽ മീഡിയയിൽ വരുമോ എന്നുള്ള ഒരു ഭയം ഉള്ളതുകൊണ്ട് കുറച്ചൊരു മാറ്റമൊക്കെ എവിടേക്കോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. അങ്ങനെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം വെച്ചാല് ഇത് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകത്തില്ലെന്ന് മാത്രമല്ല, ഇവർ എതിർത്ത് അവരുടെ ഈഗോ ഹേർട്ടായി അവർ പൊളിറ്റിക്സ് ഒക്കെ കളിച്ച്. ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളുണ്ട്. ഈ ഏത് ഉദ്യോഗസ്ഥരാവട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, എന്ത് വകുപ്പിലാണേലും എല്ലായിടത്തും ഒരു 3 ഗ്രൂപ്പ് ഉണ്ട്. ഇതിന് യൂണിയൻ ഉണ്ട്. ഒരു ഗ്രൂപ്പ് പറയുന്ന കാര്യം മറ്റേ ഗ്രൂപ്പ് സമ്മതിക്കത്തില്ലെന്നേ ഉള്ളൂ. അത് നല്ലതിനാണോ ചീത്തയാണോ എന്നുള്ള ഒരു വിഷയമല്ല. താൻ ശ്രദ്ധിച്ച് ചോദിക്കൂ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഭയങ്കര സമരം കമ്മ്യൂണിസ്റ്റുകാർ നടത്തും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ സമരം നടത്തുന്നില്ല. വേണമെങ്കിൽ കോൺഗ്രസ്സുകാർ നടത്തിക്കോട്ടെ, BJP-ക്കാർ നടത്തിക്കോട്ടെ. ഇവിടെ പല അനീതി അക്രമം ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ പിൻവാതിൽ നിയമനം പോലത്തെ പരിപാടികള്, പലതരം അഴിമതികൾ, ആരോപണങ്ങൾ ഇവിടെ നടന്നു. പക്ഷെ ഇതേ സ്ഥാനത്ത് ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ആ സാധനം പിന്നെ നടക്കത്തില്ല. അതായത് പാർട്ടിക്കാർ തമ്മിൽ വെറുതെ ഒരു സമര പരിപാടിയൊക്കെ നടത്തി അവരുടെ ഒരു എന്റർടൈൻമെന്റിനും അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള, അവരുടെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട്, പോക്കറ്റ് വീർപ്പിക്കാൻ, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളല്ലാതെ ഇവിടെ ഒരു പാർട്ടി ഒരു മൈനും അവതരിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഉണ്ടാണെങ്കിൽ ഇത് 2 സമയത്തും കാണണം. ഒരേ കൂട്ടരല്ല ഇവിടെ സമരം ചെയ്യുന്നത്. ഇവിടെ സമരം വേണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ചെയ്തോ, മനസ്സിലായോ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പാർട്ടിക്കാർ തമ്മിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യുന്നു അല്ല. ഇപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കോർപ്പറേറ്റ് കമ്പനികളാണ്. 3 കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനി. പൊളിറ്റിക്സ് ഒക്കെ മരിച്ചിട്ട് കുറെ വർഷമായി. ജനാധിപത്യം രാഷ്ട്രീയം ഇല്ല, രാഷ്ട്രീയവും ഇല്ല ഇവിടെ. പിന്നെ ഓരോ 5 വർഷം കഴിയുമ്പോഴും പഴയ ശത്രുവിനെ മറന്ന് പുതിയ ശത്രുവിനെ കണ്ടെത്തും. ഓരോ 5 വർഷം കഴിയുമ്പോഴും മികച്ച രീതിയിൽ അഴിമതി നടത്തിക്കൊണ്ട് ഓരോ പാർട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ജനങ്ങൾക്ക് അവരുടെ അധികാരത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടും ഇവിടുത്തെ നിയമവ്യവസ്ഥിതിനെ കുറിച്ചിട്ട് ധാരണ ഇല്ലാത്തതുകൊണ്ടും വോട്ട് ചോദിക്കാൻ വരുന്നവൻ എന്തുകൊണ്ടാണ് അത് ചോദിക്കാൻ വരുന്നതെന്നുള്ള ബോധമില്ലാത്തത് കൊണ്ടും. അത് പണ്ട് അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യം കൊടുക്കാനുള്ള പാങ്ങായിട്ടില്ല ഇന്ത്യൻ സമൂഹത്തിന്. ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോഴും ആ ബോധമില്ലല്ലോ. പൗരനാണെന്നുള്ള ബോധമില്ല. എന്റെ അവകാശങ്ങളെ കുറിച്ച് എനിക്ക് ഒറ്റ പൗരനേ ഉള്ളൂ. മാത്രമേ പൗരനാന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വേറെ എന്തോ. അതുകൊണ്ട് ആധുനിക പൗരനുണ്ട്. ആധുനിക പൗരനുണ്ട്, ശരിയാണോ? പൗരന്റെ അപ്പുറത്ത്. അത് ശരിയാണ്. ആധുനിക പൗരനെ ഞാൻ മറന്നുപോയി. അങ്ങനെ പറയത്തില്ല, തൊട്ട് കാണിക്കാൻ വരും. ഒരാള് വരും ആധുനിക പൗരനാവണം. ആധുനിക പൗരന്മാരെന്ന് പറഞ്ഞാൽ അതെ, ഇവിടെ സ്കൂളിൽ ആവശ്യമില്ലാത്ത കുറെ സിലബസ് പഠിപ്പിക്കും. അത് ആവശ്യമുള്ളതൊന്നും ആവശ്യമില്ലാത്തത് പഠിപ്പിക്കുക. റോഡ് ബിഹേവ് ചെയ്യാൻ ഇപ്പോഴും അറിയത്തില്ല. ഈ മനുഷ്യർ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടാ അറിയാം ഇവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇവിടെ സിഗ്നലിന്റെ അവിടെ വന്നിട്ട് സീബ്ര ക്രോസ് വഴി തന്നെ ഇവർ ക്രോസ് ചെയ്യും. പക്ഷെ സിഗ്നൽ പച്ചയായിരിക്കും.
അപ്പോഴും കൈയൊക്കെ കാണിച്ച് ക്രോസ് ചെയ്യും. ഇങ്ങനെ ക്രോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിടത്ത് ക്രോസ് ചെയ്യുമ്പോഴും കൈ ഒക്കെ നിൽക്കാൻ പറയരുത് ആരോടും. അവിടെ കൂളായിട്ട് നടന്നു പോകാൻ പറ്റണം, അല്ലെങ്കിൽ ക്രോസ് ചെയ്യരുത്. എല്ലാം പിന്നെ ഓടിക്കും, ഇതിനിടെ കൂടെ വെട്ടിച്ചോടിക്കും, ഒരാൾ അറിയരുത് നമ്മൾ പോകുന്നത്. താനെന്ന് പറയുമ്പോഴേ ഇതൊരുമാതിരി മറ്റേ ഈ കോണ്ട വിട്ടിട്ട് അമ്മയുമായി സെക്സ് ചെയ്യുന്ന പോലെ അത്. അതെ, അത് റോഡ് ക്രോസ് വരുന്നത്. പക്ഷെ ഏത് സമയം പ്രശ്നമായിരിക്കും. ഇവരെ ആ ഒരു ഇത് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഇവിടെ വണ്ടികൾ വരുന്നതിനിടയിൽ കൂടുതലും സ്ത്രീകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവർക്ക് ഇത് കറക്റ്റായിട്ട് അറിയത്തില്ല. ആണുങ്ങൾ പിന്നെയും കുറെയൊക്കെ എന്താ മനസ്സിലായോ, ഒരു 70% ആണുങ്ങൾ കറക്റ്റാ, 20% പെണ്ണുങ്ങൾ അതിനകത്ത് കറക്റ്റായിട്ട് ചെയ്യത്തുള്ളൂ. റോഡ് ക്രോസ് ചെയ്യുന്നത്, റോഡിൽ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, വണ്ടി ഓടിച്ചാല് ഇവർക്ക് ഇത് മനസ്സിലാകത്തില്ല പെട്ടെന്ന്. അതേസമയം ഒരു 30% ആണുങ്ങളും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് എന്തോ അവരുടെ പരിചയക്കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം, എല്ലാ ജീവിതാനുഭവങ്ങൾ, അവരുടെ ഈ സ്പോർട്സ് ആൻഡ് ഗെയിംസിനുള്ള ആക്ടിവിറ്റി. അല്ലടോ, ഈ ക്രോസ് ചെയ്യുന്നിടത്ത് മിക്കവാറും സ്ത്രീകൾ കൂടി വന്ന വൈകിട്ട് 4 മണി തൊട്ട് 6 മണി വരെ സ്ത്രീകളുണ്ടാവും. നമ്മളിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ നമ്മുടെ വണ്ടി ഇങ്ങനെ കേറി വരുമ്പോ പെട്ടെന്ന് അതിനെ ഇങ്ങനെ, അതായത് റോട്ടിൽ നിന്ന് ഇങ്ങനെ മെയിൻ റോഡിലോട്ട് ഇറങ്ങുവാണ്. അപ്പൊ ഈ ഇറങ്ങുന്ന വണ്ടിയുടെ ഇപ്പുറത്തൂടെ കടന്നു പോകാനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ. ഇതിങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിലിങ്ങനെ കടന്നു പോകാനുള്ള ടെൻഡൻസി ഇവിടെ ശരിക്കും. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇവിടെ ഓട്ടോക്കാർക്ക് ഒരു ചീത്തപ്പേരുണ്ട്. പക്ഷെ ഓട്ടോക്കാരേക്കാൾ കൂടുതൽ ഈ റോഡില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ബൈക്കാ. ഇത് മനസ്സിലാകത്തില്ലെന്നേ ഉള്ളൂ. ഓട്ടോക്കാരുടെ പെട്ടെന്ന് കുറച്ചുകൂടെ വിസിബിളാ, ഇവര് പെട്ടെന്ന് തിരിച്ചു മറിച്ചു. പക്ഷെ 1 ലക്ഷം ഓട്ടോയ്ക്കകത്തൊന്നൊരു ഒരു 1000 ഓട്ടോക്കാരെ ഇപ്പൊ ഏത് വർഷം മൊത്തം ഉണ്ടാക്കുന്നത്. നല്ലത് ഈ എല്ലാ ഓട്ടോക്കാർക്ക് ഈ പ്രശ്നമില്ല. പക്ഷെ ബൈക്കുകാർ എല്ലാവരും ഒരുപോലെ. ഞാൻ ശ്രദ്ധിച്ചു നോക്കൂ, ബൈക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഈ ഇവര് പോയാൽ അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവരാ ലൈനിൽ നിന്നുണ്ടല്ലോ, ശരിക്കും ഒരു ഫ്രീ ആയിട്ട് സ്പേസ് കൊടുത്തിട്ട് കൺജഷൻ ഒഴിവാക്കി ഒരുപാട് തട്ടും മുട്ടും കുറച്ച് പോകാൻ പറ്റും നമുക്ക്. ഈ സഡൻ ബ്രേക്കിംഗ് ഒഴിവാക്കാം. ഒരുത്ത മുന്നിൽ ചവിട്ടുന്നതാണ് പുറകിൽ ഇടി ഉണ്ടാകുന്നത്. അതൊരു ബൈക്ക് ആയിരിക്കും എന്നുള്ള യാതൊരു സംശയം വേണ്ട. ഇപ്പൊ ഇതാരും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഈ ഓട്ടോക്കാരുടെ ഉണ്ടെങ്കിൽ കയറാൻ എല്ലാവർക്കും അറിയാം. ഓട്ടോക്കാർക്ക് ഒരു ചീത്തപ്പേരുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോക്കാരല്ല ശരിക്കും പ്രശ്നം. ഞാനും ആദ്യം ഈ തെറ്റിദ്ധാരണ എനിക്കുണ്ടാകും. ഞാൻ ഈ റോഡിൽ കിടന്ന് ഇങ്ങനെ കളിച്ച് നടന്നപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അതുമല്ല, ഞാൻ 10-15 വർഷമായിട്ട് ഇവിടെ ഇല്ലാന്ന്. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ഞാൻ കാണുന്നതിനകത്തൊന്നും മനസ്സിലായത് ബൈക്കിന്റെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ കൂടിയേക്കുന്നത്. ആ കൂടിയതിനകത്ത് യാതൊരു ബോധവും ഇല്ലാത്ത ഒരു എന്താ പറയണ്ടേ, സിവിക് സെൻസും ഇല്ല, റോഡ് സെൻസും ഇല്ല, ബിഹേവിയർ അവന് ഇതുകൊണ്ട് എന്താ പറയാ, ഭയങ്കരമായ ആൻസൈറ്റിയോ അല്ലെങ്കിൽ അഗ്രഷനോ ഒക്കെ കൂടിയ ടൈപ്പ് ആൾക്കാരാണ് ഈ ബൈക്കും കൊണ്ട് വന്നിട്ട് പേഷ്യൻസ് ഒന്നും ഇല്ലാതെ എവിടെയും ചാടിക്കയറി പൊക്കോളും. ഇവര് പോകുന്ന കണ്ടാൽ അവരൊന്ന് പൊക്കോളും, എതിരെയും പൊക്കോളും എന്നാ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലത്. ഇവിടെ നിന്ന് കയറി ഇങ്ങനെ കളിക്കുന്നതിനിടയിലുണ്ടല്ലോ, ആ ഒന്നാമത് ഒരു ബൈക്കല്ലേ കളിക്കുന്നത്, 100 ബൈക്കാണ് ഒരു മിനിറ്റിൽ ഈ കളി കളിക്കുന്നത്. മനസ്സിലായോ? അതിനകത്തുണ്ടാകുന്ന ഡിലേയും അവരുണ്ടാക്കുന്ന കൺജഷനും കാരണമാണ് ഇവിടെ കൂടുതൽ ട്രാഫിക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇടിച്ചു വീഴുന്നതും മരിക്കുന്നതും ബൈക്കുകാർ. അതൊരു കാരണം മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഈ പറയുന്ന കാറുമായിട്ട് ഇറങ്ങുന്ന ആളിയന്മാർക്കും ഈ ബോധമൊന്നുമില്ല. ഈ പണി തന്നെ കാണിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഓഡിറ്റ് ചെയ്യാൻ ഇവിടെ MVD ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനെ നോക്കാനായിട്ട് ഇവിടെ MVD എന്തോ 3-4 കേസായി. വണ്ടിക്ക് കേസുണ്ടോ, പൊല്യൂഷൻ ഉണ്ടോ, എനിക്ക് വാട്സപ്പിലൊക്കെ വീഡിയോ കിട്ടുക. ഓരോരുത്തരും എനിക്ക് ഇത് അയച്ചു തരും. ഇത് കൊണ്ട് ഇവൻ മിക്കവാറും ഒരു കള്ളക്കേസിൽ കൊടുക്കുമെന്നാ പറയുന്നത്. ഇവന് അങ്ങനെ മെസ്സേജ് വന്ന് ഞാൻ കാണിച്ചു തരാം. ഇവന് ഇനി എന്താവോ എന്തോന്ന്. കാരണം ഇവൻ ആ വേറെ മറ്റേ മജിസ്ട്രേറ്റിന്റെ ഒക്കെ വണ്ടിക്ക് ടാക്സ് അടച്ചിട്ടില്ലെന്നും പറഞ്ഞ് വീഡിയോ ഇട്ടതിനകത്ത് വന്ന മെസ്സേജ് ഇങ്ങനെ വരുന്നത്, ഇനി ഇവന്റെ കാര്യം എന്താവോ എന്തോ, വല്ല കള്ളക്കേസിലും കൊടുക്കുന്നുണ്ടോ. പക്ഷെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ സാധാരണക്കാർക്ക് അറിയാം. മനസ്സിലായില്ലേ? പക്ഷെ ഞാനൊരു കാര്യം കണ്ടുപിടിക്കുകയൊന്നും ചെയ്യല്ല, വലിക്കല്ലേ. ഭയങ്കര റെസ്ട്രിക്ഷൻ വേണം ലൈഫില്. ഞാനെങ്ങനെയാന്ന് ഞാനൊരു പരിപാടിയില്ല, അതുകൊണ്ട് തന്നെ ഇതില് നേരത്തെ ചോദിച്ചില്ലേ പേടിയുണ്ടോ റിസ്ക് എടുക്കുന്ന. പക്ഷെ ഇതില് സത്യത്തിൽ എന്താ റിസ്ക് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കാരണം എനിക്ക് റൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു റൈറ്റ് ഉണ്ട് എനിക്ക്. ആ റൈറ്റില് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സ് തൊട്ടിട്ട് മൊത്തം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ. എന്നിട്ട് അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും രണ്ട് തട്ടിൽ നിൽക്കുമ്പോ ചോദ്യം ചെയ്യാതെ പോയിട്ട് സോ നമ്മൾ നമ്മുടെ കുഴി തോണ്ടണതിന് തുല്യ. ഞാൻ ഈ പറഞ്ഞ പോലെ വ്യക്തി സ്വാതന്ത്ര്യവും
അഭിപ്രായ സ്വാതന്ത്ര്യം നല്ലപോലെ യൂസ് ചെയ്യുന്ന പേരിലാണ് ഞാനിപ്പോ ഈ കുറച്ച് നാൾ ബുദ്ധിമുട്ടിയത്. മനസ്സിലാവും. ഈ രണ്ട് സാധനം ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വേറെ അതിക്രമങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു ഇൻട്രൂഡിങ്ങും നടത്തിയിട്ടില്ല, ഒരാളെ തടഞ്ഞു നിർത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? ആരുടെ സമയം കളഞ്ഞിട്ടില്ല. അഭിപ്രായങ്ങൾ അതും എവിടെ സോഷ്യൽ മീഡിയയില് ക്ലിക്ക് ചെയ്താൽ മാത്രം കാണുന്ന ഒരു സ്ഥലത്ത് സംസാരിച്ചതിന്റെ പ്രശ്നമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്നോട് പറയും ഞങ്ങളുടെ ഇത് എന്താ പറയണ്ടേ, സമയം കളഞ്ഞെന്നൊക്കെ പറയത്തില്ലേ, ഏതാ പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ തടസ്സം നേരിട്ടു അങ്ങനെയൊക്കെ പറഞ്ഞു വരും. എന്നോട് പറയാ സൈക്കിളുള്ള ധൈര്യത്തിൽ മോട്ടോർ വാഹനം ഇല്ലാത്തതിന്റെ ധൈര്യത്തിലുള്ള ടൗണില് സൈക്കിൾ സൈക്കിളേ നടക്കും. ബൈക്കോ കാറോ വല്ലോ റെഡിയാക്കി തന്നെ ഇപ്പൊ ഒരു സഞ്ജുട്ടൊക്കെ കൊണ്ടുപോയ പോലെ. ബൈക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല, എടുക്കുമ്പോഴേ തുടങ്ങും കംപ്ലൈന്റ്, ഓടിച്ചിട്ട് പിടിക്കും. ഇമാരെ തന്നെ വണ്ടി ഇടിപ്പിക്കും. എന്നോട് ചോദിച്ചു നിനക്കൊരു സ്കൂട്ടി വാങ്ങിച്ചേരട്ടത് ആളോ ഇത് ഇങ്ങനെയായിരിക്കും. ഇയാൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഒക്കെ വന്നു കഴിയുമ്പോഴേ ഗേൾ ഫ്രണ്ട് ഒക്കെ ആയിട്ട് ഗേൾ ഫ്രണ്ട് പറയും നമുക്കൊരു റൈഡ് പോലെ ചേട്ടാ സൈക്കിളായിട്ട് പോകാൻ പറ്റുള്ളൂ. ഹിമാലയം വരെ ചവിട്ടിയോട് പോവാ ഈ വാ മുത്തേ. അല്ല എന്നാലുവേ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളിത് ഇങ്ങനെയാ വിചാരിക്കുന്നത്, പക്ഷെ അത് നടക്കത്തില്ല. ഒന്നുമില്ല കളക്ടർ അത് കുഴപ്പമില്ല വരട്ടെ, ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നാലും ഇതൊക്കെ അറിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഒക്കെ ഇടാം. ഞങ്ങൾ വീഡിയോ ഒക്കെ ആയിട്ട് ബാക്കിയുള്ള പരിപാടികളായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അന്വേഷിക്കുന്നത്. പിന്നെ എന്റെ ഒരു സുഹൃത്തുണ്ട്, കാലത്ത് താഴ് പണിക്കടിയിട്ടിട്ട് വിളിക്കും എടാ എവിടെയാ വീട്ടിലോട്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പറയാ കുഴപ്പമില്ല, ഇല്ലടാ ചത്തോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചാൽ അറിയാം. പക്ഷെ സത്യത്തില് അതായത് ഗവൺമെന്റ് അതോറിറ്റീസ് നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അതിനൊരു കാരണമുണ്ട്. കാരണം ഈ ഗവൺമെന്റ് അതോറിറ്റീസിൽ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റിന് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതായത് സമൂഹത്തിൽ നടക്കുന്ന പല തെറ്റുകളും ഇവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, കാരണം ഇവർ ഗവൺമെന്റ് എംപ്ലോയീസ് ആയതുകൊണ്ട്. അപ്പോ അവർക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് കാരണം അവര് നമ്മളെ വളരെയധികം രാഷ്ട്രീയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ, പൊളിറ്റിക്സ് ഉണ്ടാവും സാധ്യതയുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ പല രീതിയിലും കൊട്ടേഷൻ കൊടുക്കാനായിട്ട് പല ആൾക്കാരും നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു പാർട്ടിയുടെയും താല്പര്യമില്ല, ഇവിടെ നിലനിൽക്കുന്ന ഒരു പാർട്ടിയോടും നമുക്ക് താല്പര്യമില്ല. നമ്മൾ നിഷ്പക്ഷമായിട്ട് തന്നെ തുടരുക, ഒരാളുടെയും പക്ഷം ചേരാതെ നമ്മൾ തുടരുക എന്നുള്ളതാണ്. ഇതിൽ ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനം എന്ന് പറയുന്നത് അനാഥരാണ്. അവർക്ക് അനാഥത്വം ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇതൊന്നും എന്റെ പ്രശ്നമല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. അറ്റ് എ ടൈം ഇതൊക്കെ എന്റെ നാളെ എന്റെ തൊഴിലിനെ ബാധിക്കുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം ആൾക്കാരും വീട്ടിലേക്ക് പോകുന്നത്. ചിലപ്പോൾ അവനൊരു സാമൂഹ്യ ബോധം ഉണ്ടാവാം, പക്ഷെ അവനൊരു ഭയം കൊടുത്തിട്ടുണ്ട്, എന്റെ തൊഴിലിനെ ബാധിക്കും, എന്റെ അല്ലല്ല. ഇവിടെ ആദ്യം ചെയ്യുന്ന പണി എന്നറിയാം ഇവരെല്ലാം കൂടെ. ഇപ്പൊ ഞാൻ കുവൈറ്റിലായിരുന്നപ്പോ ഈ വീഡിയോ ഇടുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ അവർ നോക്കുന്നത് എങ്ങനെയും പണി കളയിക്കാനാ, നമ്മുടെ ജോലി കളയിക്കുക. എന്നിട്ട് രണ്ടുമൂന്നെടുത്ത് അവർ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അങ്ങനെ പണി കളയിക്കാനൊക്കെ പറ്റും ഇവർക്ക്, തൊഴിലാണ് ഇവര് കൈവയ്ക്കാന്നുള്ള ഭയം. അതേപോലെ തന്നെ ലോൺ അടയ്ക്കാനുണ്ടാവും, ഇവന് ബാധ്യതകൾ ഉണ്ടാക്കി, ഇവന് ജീവിക്കാൻ അറിയില്ലല്ലോ, ഇവൻ ലോണുകൾ എടുത്തിട്ടുണ്ടാവോ, ഇവൻ ഈ കടങ്ങൾ വീട്ടാനായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. അതെ 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 ഈ സാധനം എടുക്കാൻ പറ്റില്ല. അതെ, സോ ബാധ്യതയിലാണ്. നമ്മളിപ്പോഴും പറയുന്ന എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബാധ്യതകൾ നിങ്ങൾ എടുക്കണ്ട, നമുക്ക് അയച്ചൊന്നോ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചെന്നോ, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറാണ്. ഈ പറയുന്ന വെള്ളപ്പൊക്കത്തിന്റെ കാര്യം 1916 വിളിച്ചിട്ട് പ്രോപ്പറായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാൻ, അങ്ങനെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതിന്റെ വീഡിയോയും ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാണ്. ഏത് ജില്ലയിലാണെങ്കിലും, ഇപ്പൊ കേരളത്തിലുള്ള ഏത് ജില്ലയിലാണെങ്കിലും നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് 1916 വിളിച്ച് നമ്മൾ കംപ്ലൈന്റ് ചെയ്യും. കറക്റ്റായിട്ട് മേയറിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടു കൊടുക്കും. അടുത്ത പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കേസ് കൊടുക്കും ചെയ്യും. സീരിയസ്ലി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏരിയകളിൽ ഈ കംപ്ലൈന്റ് സോൾവ് ചെയ്യാതെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മളിത് കറക്റ്റായിട്ട് കംപ്ലൈന്റ് ചെയ്യും. ജനങ്ങള് പരമാവധി ജാഗരൂകരാവുക. നിങ്ങൾ പരമാവധി 1916 വിളിച്ച് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡോക്കറ്റ് നമ്പർ വാങ്ങാം. ഈ ഡോക്കറ്റ് നമ്പർ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങൾ വിളിക്കും, ഈ വാട്ടർ അതോറിറ്റിന്ന് വിളിക്കും. ചിലതൊന്നും വിളിക്കില്ല കേട്ടോ, ചില കംപ്ലൈന്റുകളൊന്നും ആദ്യമൊന്നും വിളിക്കില്ല. നമ്മളെ ഒരു സീരിയസ്നെസ് അവർ എത്രത്തോളം അത് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വിളി വരുന്നത് അവരുടെ ഭാഗമല്ലാത്ത ഏതൊരു ഏരിയയിലുള്ള ഒരാളുടെ കോള് വരും. ആ കോള് വന്നിട്ട് ചോദിക്കും ഇത് ഞങ്ങളുടെ പരിധിയിലല്ലാന്ന്. എന്നിട്ട് റീസോൾവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇത് ഞങ്ങളുടെ പരിധിയിൽ പെടുത്തല്ലാന്ന്. ഇത് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ട്, അതിന്റെ കീഴെ ഒരു കസ്റ്റമർ കെയർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കീഴെ മേയർമാർ എല്ലാ ജില്ലയിലും കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് കളക്ടറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയാത്തതിന്റെ പോരായ്മയാണ് പ്രശ്നം പരിഹരിക്കാതെ റീസോൾവ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. പോരാത്തതിന് കാശ് വാങ്ങിയിട്ട് റീസോൾവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു പണി എടുക്കാതെ നടന്നിരുന്ന ഒരു സംഭവം നമ്മൾ കണ്ടെത്തി. നമ്മളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തെന്ന് അറിയോ? മണ്ണിട്ട് മൂടി. ഇപ്പൊ എന്താ നമ്മുടെ കല്യാൺ സൂപ്പർ 9 തൃശ്ശൂർ റൗണ്ടില് കല്യാൺ സൂപ്പർ 9ന്റെ തൊട്ടു മുന്നില് 8 വർഷമായിട്ടുള്ള വാട്ടർ ലീക്കേജാ. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് കറക്റ്റായിട്ട് വാടക കൊടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ധരിപ്പിച്ചിട്ടും യാതൊരു റെസ്പോൺസില്ല. 6 മാസം എടുത്തുട്ടാ ആ കുഴി മൂടാനായിട്ട്. കുഴി മൂടിയപ്പോ വെള്ളം പുറത്തേക്ക് വരില്ലല്ലോ. അത് ഈ ചെളി വെള്ളത്തിലേക്ക് ഇങ്ങനെ വെള്ളം പാസ്സാവുമ്പോ ഇങ്ങനെ പൊന്തി വരും. അത് ലീക്ക് കുറയ്ക്കും അവര്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ മൂടുന്നത്. പ്രശ്നം പരിഹരിച്ചിട്ടല്ല മൂടുന്നത്. ഈ വെള്ളം സപ്ലൈ ആവുന്ന സമയത്ത് മൊത്തം ഈ മണ്ണിലേക്ക് നനവ് കയറും. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുമ്പോൾ എന്തുണ്ടാവുക? ചെളിവെള്ളം നല്ല വെള്ളത്തിലേക്ക് ലയിക്കും. ഈ അവസ്ഥയിലാണ് ഇപ്പം അത് പരിഹരിച്ചിട്ടുള്ളത്. പിന്നെ കുറേ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഓരോ പ്രശ്നം പരിഹരിക്കുമ്പോൾ റോഡ് കുണ്ടും കുഴിയാവാം. അതായത് ഈ പൈപ്പ് ലൈൻ മൊത്തം കിടക്കുന്ന റോഡിലാണ്. റോഡ് കുണ്ടും കുഴിയാവാണ്. അതായത് വാട്ടർ അതോറിറ്റി വന്നിട്ട് MVDക്കും പണി ഉണ്ടാക്കി കൊടുക്കും, പബ്ലിക് സർവീസിനും പണി ഉണ്ടാക്കി കൊടുക്കും, യാത്രക്കാർക്കും പണി ഉണ്ടാക്കി കൊടുക്കും. അതായത് യാത്ര ദുഷിച്ച രീതിയിലാക്കും. ഇത് ഈ വാട്ടർ ലീക്കേജ് കൂടാനുള്ള റീസൺ എന്താണെന്നറിയോ? റോട്ടിൽ കൂടെ വണ്ടികൾ ഓടുന്നതാണ്. കാരണം ഇതിന്റെ പ്രഷർ കാരണം ചെറിയ ചെറിയ രീതിയിൽ ലോകത്ത് എല്ലായിടത്തും ഈ വണ്ടികൾ ഓടുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ പൈപ്പ് ലൈനാണ് മൊത്തം റോട്ടിലാണ്. ഇതെല്ലാം പോകുന്നത് എല്ലാ രാജ്യത്തും ഇങ്ങനെയാ പോകുന്നത്. പക്ഷെ അവരാ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കൺസ്ട്രക്ഷനിൽ തന്നെ ആ എന്താ പറയുക പ്രഷറൊക്കെ പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് ഇല്ല. അപ്പൊ എന്തോ അല്ല കണ്ണി പൊടി ഇടും. കണ്ണിപ്പൊടി മറ്റേ മണ്ണിട്ട് മൂടുന്ന എനിക്ക് തോന്നുന്നു കണ്ണിൽ പൊടി ഇടാനുള്ള പ്ലാനിങ്ങാണ് കൂടുതൽ നടക്കുന്നത്. ഇവർക്ക് പരിഹരിക്കാൻ അറിയത്തുണ്ടോ? ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാണ്ടല്ലോ ഇവിടെ എല്ലാം അങ്ങനെയാണോ? ഒരു ദിവസത്തെ പണി നാളെ എനിക്ക് കുറച്ച് പൈസ വേണം, അത് ഫസ്റ്റ് വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ ആവുന്ന പ്ലാനിങ് ഒന്നും ഇല്ല. എനിക്ക് എത്രയും പെട്ടെന്ന് പൈസ വേണം, അതിന് എത്രയും പെട്ടെന്ന് ഈ പണി ചെയ്യണം. അതെ, നമ്മൾ ഇരിക്കുന്ന സമയത്ത് തീരണം. അപ്പൊ ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോ എത്ര കമ്മീഷൻ കിട്ടും, അതിനെ പറ്റി മാത്രമേ ആലോചിക്കത്തുള്ളൂ. ഇവരുടെ പരിപാടി എങ്ങനെയാന്ന് പറയാം, ഞാനിത് കണ്ടിട്ടുണ്ട് കുറെയൊക്കെ. ഇവര് വട്ടം കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും. മെയിൻ ആൾക്കാർ അവിടെ സംസാരിക്കാനായിട്ട് നമുക്ക് ഇവരോട് തന്നെ ഇവരുടെ പ്രശ്നം എന്താന്ന് മനസ്സിലാകത്തില്ല. ഇവരെന്ത് ചെയ്യുന്നറിയോ? ഞാൻ ഇന്ന ബോർഡിൽ ഇരുന്നപ്പോൾ എനിക്കൊന്നും അല്ല, അവൻ ആ ബോർഡിൽ ഇരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവൻ ഈ ബോർഡിലായിരിക്കുന്നത്. ബോർഡൊന്നും പറയുന്നില്ല. അവൻ ആവശ്യത്തിനുണ്ടാക്കി. ഈ പ്രാവശ്യം എനിക്ക് അവിടെ ഇരിക്കണം, ഇവന് മറ്റേ കൊടുക്ക്, ആ വകുപ്പ് അവന് കൊടുക്ക്. ഇത് മെയിൻ ആളോടാ പറയുന്നത്. രാഷ്ട്രീയക്കാരനായ നേതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ അത് പറ്റത്തില്ല, അത് നമ്മളെങ്ങനെയാ അത് ചെയ്യുന്നത്? അവനോട് ഇപ്പോൾ കാൻഡിഡേറ്റ് ഒരുത്തിനുണ്ട് MLA സീറ്റ് വേണം. പുള്ളി പറഞ്ഞത് എനിക്കിത് തന്നാൽ മതി, ഞാൻ ബാക്കി ഞാൻ ഉണ്ടായിക്കോളാം, എനിക്ക് കിട്ടാനുള്ള കോടികൾ ഞാൻ മുക്കിക്കോളാം. ഇവിടെ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ. പോരാത്തിന് ഓരോ കോൺട്രാക്ട് വരുമ്പോഴും ഇത്ര പെർസെന്റേജ് വെച്ചിട്ടാ ഓരോരുത്തർ കമ്മീഷൻ കൊടുക്കണം. മനസ്സിലായി? അത് മറ്റവർക്കും കൊടുക്കണം, ഇവർക്കും കൊടുക്കണം, അപ്പുറത്തും കൊടുക്കണം. മനസ്സിലായി? മെയിൻ ആളുകൾക്ക് കൂടുതൽ പെർസെന്റേജ് കിട്ടുമെന്നേ ഉള്ളൂ. മറ്റേതിനെ ഒതുക്കിക്കൊണ്ട് ഈ പെർസെന്റേജ് ഷെയർ വെച്ചിട്ടാണ് ഇവർ. അപ്പൊ എന്നാ ഈ ഒരു കൂട്ടം ഇരിക്കും. ഇപ്പൊ നമ്മൾ 3 പേരുടെ സെറ്റ് ആയിരിക്കുക. നമുക്കിപ്പോ ഇവിടെ ഒരു പാലം, അവിടെ ഒരു മറ്റേത് ഷോപ്പിംഗ് മോള്, ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് നമ്മുടെ കിട്ടിയാണല്ലോ. നമുക്ക് ഇതിനകത്തൊന്ന് കൈയിട്ട് വാരി നമ്മളിതെല്ലാം അടിച്ച് മാറ്റാവുന്നതിനെല്ലാം മാറ്റി മറ്റൊരു ഒതുക്കുകയും വേണം. അതിന് കുറച്ച് പൈസയും കൊടുക്കും. പോരാത്തതിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതൊക്കെ അങ്ങ് അബോട്ട് ചെയ്യും. പ്ലാൻ ക്യാൻസൽ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് കളയും. ഇപ്പൊ ഈ പറഞ്ഞ മറ്റേ കേരളയിൽ വരാൻ നേരത്ത് കിടന്ന ഭയങ്കര അഭ്യാസം കാണിച്ചത് അതാ. എനിക്കൊന്ന്
വേണ്ടത്ര അങ്ങോട്ട് നടക്കത്തില്ലയോ എന്നൊരു സംശയം വന്നിട്ടുണ്ട് പലർക്കും. ഉദ്ദേശിച്ച പോലെ നടന്നില്ല, അതിന് മൊത്തം കുളവാക്കും. മനസ്സിലായി? എന്നാ പിന്നെ ഇത് മൊത്തത്തിൽ വേണ്ടെന്ന് അടിച്ചു മേടിച്ച അവിടെ എന്തെല്ലാം പ്രശ്നം, എന്തൊരു കാശ കളഞ്ഞ്. അതെ, അത് കഴിഞ്ഞ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇനി റെയിലും പക്ഷെ എല്ലാ പ്രാവശ്യവും മോദി വന്നു. മോദി വന്നിട്ട് മോദിയാണ് ഇതിന്റെ ആളെന്നുള്ളവരെ മോദിയുടെ വന്നു. മുഖ്യമന്ത്രി ഇവിടെ നമ്മളാണ്, നമ്മുടെ സർക്കാർ വന്നപ്പോഴാണ് ഈ പരിപാടി വന്നത്. ഉമ്മൻചാണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് താങ്കൾ ഉദ്ഘാടനം ചെയ്തു. ഇതിലെ ഏറ്റവും നല്ല പ്രത്യേകത എന്താ പറയുക, ജനങ്ങൾക്ക് ഇപ്പോ കുറച്ചൊരു ഇത് വന്നു കഴിഞ്ഞാൽ സംഭവം ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ട്. പിന്നെ പോരാത്തിന് നേരത്തെ പറഞ്ഞ സംഭവം ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ള KSRTC വിഷയങ്ങൾ പോലും ഇവിടെ പരിഹരിച്ചിട്ടില്ല. വലിയ വലിയ വണ്ടികൾ ഇറക്കാൻ നല്ല തിടുക്കാണ്, പക്ഷെ ബേസിക് ആയിട്ടുള്ള അതെ ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കോ എല്ലാം കാശ് കൊടുത്ത് വാങ്ങും. ഈ ക്ലെൻലിനെസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടേ വൃത്തി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇറക്കാൻ പറ്റുമോ? ഈ ഓഫീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ ലുലു മാളിലോട്ട് ഒന്ന് കൊണ്ടുപോയി ആ പരിപാടി നടക്കുന്ന കണ്ട അത്ര ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എറണാകുളത്ത് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അത് ലുലുമോള്. അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതെങ്ങനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? അതിനൊരു സിസ്റ്റം ഉണ്ട്. പക്ഷെ എനിക്ക് ഇതില് ഒരു അവിടെ ആ പാലത്തിന്റെ അവിടെ നിൽക്കുമ്പോഴേ നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പാറി പാറി നടക്കുന്നത് കാണാം. സീരിയസ്ലി എന്താ കാര്യം വെച്ചാൽ അഴുക്ക് വെള്ളം അതേപോലെയാണ്. എടപ്പള്ളി നമ്മുടെ ആ പാലം എറണാകുളത്ത് മുഴുവനുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഈ കടലിലോട്ട് ഈ സാധനം എല്ലാം ഒഴുകി പോകുന്നത്, ഈ അഴുക്കിയാൽ ഒഴുകുന്നത് എങ്ങോട്ടാ? ഒരു സ്ഥാപനമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന രീതിയെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് ഈ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. കടലിലേക്ക് വെള്ളവും കടലിലോട്ടാ പോകുന്നത്, അല്ല ഇത് എവിടെ പോകുന്നത്? ഈ ഒലിച്ചൊലിച്ചൊലിച്ചൊലിച്ച് നേരെ പോകും. ഇവിടെ ഇതിനകത്ത് വേറെ രസമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ക്ലെൻലിനെസ് പോട്ടെ, അടുക്കും ചിട്ടുന്ന ഒരു സാധനമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനകത്തോട്ട് കയറുന്നത് ഇവരുടെ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോ. ഇവിടെ ചുമ്മാ കെട്ട് കണക്കിന് പേപ്പർ കൂട്ടിയിട്ടേക്കുക. ഇവരിയ്ക്കുന്നതോ ഇവർക്ക് ഓഫീസ് എക്കണോമിക്സ് എന്താണെന്ന് അറിയത്തില്ല. ഈ പറഞ്ഞ പൊടി കഴിച്ച് അതും ഇതും എല്ലാം പിന്നെ വലിച്ചു വാരിയിട്ടിട്ട് എവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നതെന്ന് അറിയത്തില്ല. പിന്നെ എല്ലാം പഴയതുപോലെ ആ കീപാഡൊക്കെ ആണെങ്കിലും അടിച്ച് ഇങ്ങനെ അടിക്കണം. അവർക്ക് പിന്നെ ഇത് കായികമായിട്ടുള്ള പരിപാടികളുള്ളതുകൊണ്ട് പറ്റും, PT ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കീപാഡും വന്ന മോണിറ്ററും ഇതാണ് PT. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൃത്തി എന്ന് പറഞ്ഞതില്ല ഇവർക്ക്. ഇവരുടെ വണ്ടികള് പോട്ടെ, ഞാൻ കോടതിയിൽ പോയപ്പോഴാണ് രസം. എന്റെ ആളെ കോടതി മുറിയോട് കേറുമ്പോ ആദ്യം കാണുന്നത് എന്നറിയോ, കൂന കൂട്ടിയിട്ടേക്കുന്ന പേപ്പർ. അത് കെട്ട് കളഞ്ഞു. ഞാൻ വീഡിയോ എടുത്തു, ഞാൻ വെറുതെ എടുത്തു, പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതിന്റെ പേരിൽ അത് പറഞ്ഞ് കേസൊക്കെ ഉണ്ടാക്കി വേണം. അതൊക്കെ അങ്ങനത്തെ ഒരു പണി ഇവർക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. പബ്ലിഷ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇതൊന്ന് കണ്ടു, എനിക്ക് എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ അവിടെ പോകുന്നതല്ലേ, അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതല്ലേ പക്ഷെ ഇത് കാണണോടെ കിടക്കുന്ന ഇവരിയ്ക്കുന്ന അന്തരീക്ഷം ഇത്ര മോശമാണ്. അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനം മൊത്തം ഇങ്ങനെ ഇത്ര സ്ലോയും ഒരു അടുക്കും ചിട്ടയില്ലാത്തവരായിട്ടാണ് അവര് വന്ന് ഈ കിടന്ന് കാണിക്കുന്നത്. അവരെന്ത് ചെയ്യാനാണ്? പക്ഷെ വനിതാ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നീറ്റായിട്ട് കിടക്കണം. ആ കേസ് കുറവായതുകൊണ്ടാണോ അറിയില്ല. പോലീസിന്റെ വണ്ടിയും വൃത്തിയാ. സ്ത്രീകളായതുകൊണ്ടായിരിക്കും അവര് തൂത്തുടക്കൊക്കെ ചെയ്യാറ്. അല്ല, പോലീസ് സ്റ്റേഷനിൽ എല്ലാം വനിതാ പോലീസ് ഉണ്ട്. പക്ഷെ വനിതകളുടെ പണിയല്ല ഇത്. എങ്കിലും ഞാൻ പറയുക, അവിടെ ക്ലീനിങ്ങും ഈ പറഞ്ഞ പോലെ അടുക്കിപ്പറക്കലും അത്യാവശ്യം വേണ്ട സ്ഥലമാണ്. തീർച്ചയായിട്ടും. അതെന്താ ചെയ്യാത്ത? പക്ഷെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നോക്കി ഒരു ക്യാമറയായിട്ട് കയറിയ കാണാം അവിടെ എല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്നു. എന്താ ഏതാന്ന് പോലെ ഇവരുടെ അല്ലടോ. എനിക്ക് മനസ്സിലായി, ഇത് ഇവരുടെ ആണെന്നുള്ള ബോധം ഇവർക്കുണ്ടെങ്കിലാണല്ലോ ഇവരത് അങ്ങനെ കൈകാര്യം. പബ്ലിക് പ്രോപ്പർട്ടി തല്ലിപ്പൊട്ടിക്കാൻ ഉള്ളൊരു ഇതാ. നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. അതില് ഈ പറയുന്ന ഇടിവണ്ടിയുടെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ പുതിയ ഇടിവണ്ടികളില്ല, പഴയ ഇടിവണ്ടികളാണ് ഉള്ളത്. ഇതൊക്കെ 15 വർഷം കഴിഞ്ഞ് ഫിറ്റ്നസ് എക്സ്പേർട്ട് ആയിട്ടാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടികളുടെ ഫിറ്റ്നസിന്റെ വീഡിയോ എടുക്കുന്ന ആളാണ്. MVD-യേക്കാൾ കാര്യങ്ങൾ നോക്കുന്ന ഒരാളായി. MVD പിടിക്കാത്ത വണ്ടികളൊക്കെ പുള്ളി പിടിക്കും. മജിസ്ട്രേറ്റിന്റെ വണ്ടിക്ക് ടാക്സ് അടച്ചിട്ടില്ലെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടു.
എന്നിട്ട് അവസാനം ഇപ്പൊ വീഡിയോ കറങ്ങി വരുന്നത് ഇവനെ മിക്കവാറും തീർക്കുമെന്നാവും എല്ലാം കൂടെ കൂടി. അയ്യോ ഈ പാവത്തിന് എന്താവുമെന്ന് ഞാൻ നോക്കിയപ്പോ ഇയാള് കഴിഞ്ഞ മുമ്പത്താഴ്ച കണ്ട് വന്നു പോയതേ ഉള്ളൂ. ഇത് ഇതിന് അന്നും വേറെ വീഡിയോ എടുത്തു. എപ്പോഴും ഇതാ പരിപാടി. അന്ന് ഇവൻ പറഞ്ഞോണ്ടിരുന്ന മൊത്തം തൃശ്ശൂർ റൗണ്ടിലെ വെള്ള ലീക്കേജിനെ പറ്റിയൊക്കെയാണ് വീഡിയോ എടുത്തത്. അതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത് പണ്ടിട്ട് കൂടിയത് ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല എല്ലായിടത്തും ഇതൊക്കെ തന്നെ. ഇവര് ഈ വകുപ്പടിക്കാൻ വരുന്ന കാണുമ്പോഴാണ് രസം. വണ്ടിയിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് വേണ്ടത്ര മിന്നുന്നില്ല. ഹെൽമെറ്റിലുള്ള ISI മാർക്കിന്റെ സ്റ്റിക്കർ അത്ര പോരാ. ഇതെല്ലാം പറഞ്ഞു പോക്കറ്റ് അടിയും പിടിച്ചു പറയാ പരിപാടി. ഇപ്പൊ പോക്കറ്റ് പിടിച്ചു പറയാ ഇല്ല നാട്ടില്. അല്ല അവരെല്ലാം MVD എടുത്തു കഴിഞ്ഞു. ഏറ്റവും രസമായിട്ട് ഫീൽ നിനക്ക് എവിടെയെങ്കിലും ഒരു പോക്കറ്റ് അടിക്കാനും കാണാൻ പറ്റും? എവിടെ പോയി? എന്താ പോക്കറ്റ് കലാരൂപം അന്യം പോയി. പിന്നെ എല്ലാരും ഈ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയോട് അതുകൊണ്ടൊന്നും അല്ല. പിന്നെ പോക്കറ്റ് അടിക്കാനായിട്ട് ഫോൺ എന്താ പോവാ? അധികം പേരുടെ ഫോൺ പോക്കറ്റ് അടിച്ച് പോകുന്നില്ലല്ലോ. നീ എവിടെ പോയാലും പോക്കറ്റ് അടിയൊന്നും ഇല്ല. ഇപ്പോ അവര് എല്ലാം MVDയിലും പോലീസിലും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവര് വരുമ്പോ ചോദിക്കും ഒതുക്കത്തിൽ ഇവനിങ്ങനെ ഒരു പോക്കറ്റുകാരനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഗൂഗിളൊക്കെ പണ്ട് ഹാക്ക് ചെയ്ത് കഴിയുമ്പോ അവരെ നേരെ ഗൂഗിളിലോട്ട് അങ്ങ് എടുക്കുക. നല്ല പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഹാക്കറെ വെച്ചിട്ട് പിന്നെ അതിന്റെ പ്രൊട്ടക്ഷനും പരിപാടിയൊക്കെ നോക്കി അതുപോലൊക്കെ തന്നെ. അതെ അതെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എടുക്കുന്നത് പോക്കറ്റ് അടിക്കാരെയൊക്കെ കൊള്ളാവുന്ന കള്ളനെ എടുക്കുവാണെങ്കിൽ പിന്നെയും കൊള്ളാം. വലിയ സ്പാം ഒക്കെ നടത്തുന്ന ആൾക്കാരെ എടുക്കാനായിട്ട് ഇവർക്ക് അവരെ കണ്ടെത്താൻ പറ്റാത്തില്ല. അവരെ കണ്ടുപിടിച്ച അവന്മാരെ എടുക്കും. ഇല്ല അവർക്ക് വ്യക്തമായിട്ടുള്ള സംവിധാനം ജയിൽ സംവിധാനങ്ങളിൽ ഇതുപോലെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ വെച്ച് ചിലപ്പോൾ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടായിരിക്കും. എന്ത് ട്രെയിനിങ്? പോക്കറ്റ് അടിക്കാൻ വലിയ ട്രെയിനിങ് ഇതിനെന്തോ ട്രെയിനിങ് വേണ്ട. വന്ന് നിൽക്കുന്നവരുടെ പിടിച്ചു പറിക്കുക. പിടിച്ചു പറിക്കാരൻ വാ നേരെ റോഡിലോട്ട് കാക്കിയിട്ട് വിടുക. റോഡിൽ വരുന്ന ബൈക്കുകാരെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെന്ന് പറഞ്ഞ് കാറുകാരെ ഇവരെയൊക്കെ പിടിച്ചു പറിക്കണം. ഒന്നാമത് കൊള്ളാം സാർ ഞങ്ങൾ ഏറ്റു. എന്താ മറ്റേ പണിയൊക്കെ വേദമാ. അങ്ങനെ വന്ന് നിൽക്കുന്ന ഈ കാണുന്ന ആൾക്കാര് ഉളുപ്പുണ്ട് ചെയ്യൂടാ ഈ പണി. ഒരു കേട്ട് കേൾവിയാണ്. ശരിക്കും ഞാൻ തമാശ തന്നെ. ഒരു മാന്യനായ ഒരു മനുഷ്യൻ ചെയ്യാൻ കൊള്ളാവുന്ന പണിയല്ലത്. അതെ നിങ്ങൾ ഈ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് പിടിക്കുന്നതിനേക്കാൾ നല്ലത് ഈ സാധനം വിപണിയിൽ വരാതിരിക്കാൻ നോക്കുന്നത്. അതിനൊത്തില്ല. ഇവർക്ക് പൈസ കിട്ടത്തില്ല. പോക്കറ്റ് അടിക്കാർക്ക് പൈസ വേണ്ടേ? പിടിച്ചുപറിക്കാർക്കും പൈസ വേണ്ടേ? അവരെ എടുത്തു പോയില്ലോ. പറഞ്ഞു വെച്ചിട്ട് നോക്കുമ്പോ അങ്ങനെ ഒരു ആവശ്യം ഇവിടെ ഉള്ള പോലെ അങ്ങനെ ഒരു ആവശ്യം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പെറ്റി അടിക്കാന്നുള്ളതാണ് നമ്മുടെ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുക. അല്ലാതെ ഇത് പരിഹരിക്കത്തൊന്നുമില്ല. ഇവിടുത്തെ അപകടങ്ങൾക്ക് കാരണം പരിഹരിക്കത്തൊന്നുമില്ല. പക്ഷെ ഹെൽമെറ്റ് വെച്ചോണ്ട് വീണ് മരിക്കണം. ജനങ്ങളുടെ സേഫ്റ്റി എന്ന് പറഞ്ഞു വരുന്നത് ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല. അല്ല നമുക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള പേരിൽ സ്വത്തും കുറച്ച് അടിച്ചു മാറ്റാനുള്ള ഒരു പരിപാടി. ജനങ്ങളുടെ സ്വത്ത് ഞങ്ങൾ കുറച്ച് എടുക്കാവുന്ന സംരക്ഷിച്ചല്ലോ. കയറ് കെട്ടി റോഡിന് അടുക്ക് പോലീസുകാരുണ്ട്. കയറ് കെട്ടി ഒരു പയ്യൻ കുരുങ്ങി വീണ് മരിച്ചു. ഇത് പറയുമ്പോ ജനങ്ങൾ വിചാരിക്കും നാളെ നമ്മൾ നിയമം തെറ്റിച്ചിട്ടെ കാര്യം വിചാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇത് കാണുമ്പോ. ഇവര് നിയമം അനുസരിക്കുന്നതാണോ? പക്ഷെ തെറ്റിക്കുന്നവര് തെറ്റിക്കും. അവരോട് വൃത്തിക്ക് തെറ്റിക്കുന്നതിന്റെ ഇവിടുത്തെ ഏറ്റവും ഗതികെട്ട സാധനം നടന്നതെന്ന് പറയും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും വലിയ ഗതികേട് ഈ രാജ്യത്തിന്റെയാണ്. ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് CBI വിളിക്കും, ചിലപ്പോ കമ്മീഷണർ വിളിക്കും, ചിലപ്പോ നിങ്ങളെ മുഖ്യമന്ത്രി വിളിക്കും. പൈസ ഒന്നും കൊടുക്കരുത് കേട്ടോ എന്ന് വിളിച്ചു പറയേണ്ടി വരുവാ ഗവൺമെന്റ്. അതും എല്ലാ മൊബൈലിലും നമ്മൾ ആദ്യം വിളിക്കുമ്പോൾ കേൾക്കുന്നത് ഇതാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ അവന്മാർ ഇത് വിളിച്ച് കേൾക്കുമായിരിക്കും. ഇങ്ങനെ അവരിത് കേട്ടാൽ അവർക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടേ നാണമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം യൂട്യൂബില് വീഡിയോ നോക്കി ഇരുന്നിട്ട് അവന്റെ കഥവ് ചവിട്ടി പൊളിക്കാം, ആജീവനാന്ത ലൈസൻസ് കട്ട് ചെയ്യാം, മൈരെന്ന് പറഞ്ഞപ്പോ പൊക്കി എടുത്തിട്ട് നടക്കാം. ഇത് ഭയങ്കര സൂപ്പർ ആയിട്ട് നടത്തുന്നുണ്ട്. അത് നമ്മളെല്ലാം എന്നിട്ട് കേൾക്കുന്നതെന്നറിയോ? CID വിളിക്കും, പൈസ. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 മാസം കൂടുമ്പോ ഗണേഷ് കുമാറിന്റെ ഒരു ഇന്റർവ്യൂ വരും. അതില് 4 ഫൈറ്റ് പുതിയത് പറയും. അപ്പൊ ആൾക്കാർ പറയും ഓ നല്ല മന്ത്രി, എന്ത് മന്ത്രി, ഇതുപോലത്തെ ഒരു മന്ത്രിയില്ല നമുക്ക് കിട്ടിയില്ലേ, അടുത്ത മുഖ്യമന്ത്രി ആവണോ? അതൊരു പ്രശ്നമുണ്ട്. ഇത് ഇപ്പൊ ഈ പറയുന്ന CBI വിളിക്കും, മറ്റേ കമ്മീഷണർ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് പറയുന്നതേ, ഇത് മറ്റവന്മാരും കേൾക്കും. അതെ, മാറ്റും. അതിപ്പോ തന്നെ നിന്നുണ്ടാവും. അല്ല, അവന്മാര് മാറ്റേണ്ട ആവശ്യമില്ലെന്ന് അവർക്കറിയാലോ. ഇത് കേൾക്കുമ്പോ തന്നെ അവന്മാർക്ക് നല്ലപോലെ മനസ്സിലായി
ഈ മണ്ടന്മാരെ കൊണ്ട് എന്തായാലും പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ പ്രസംഗം പ്രസംഗിച്ചിട്ട് നടക്കുന്നത്. നാളെ തൊട്ട് എല്ലാ ആൾക്കാരും നിയമം പാലിച്ച് നിരത്തിലിറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? നിയമം പാലിക്കാൻ തുടങ്ങിയാൽ ഇവർക്കാ നഷ്ടം. മദ്യപാനം ഒന്ന് കുറയ്ക്കാവോ? ഈ പുകവലി ഒന്ന് കുറയ്ക്കാവോ? ഈ ഹെൽമെറ്റ് എല്ലാരും ഒന്ന് ഉപയോഗിക്കാവോ? സീറ്റ് ബെൽറ്റ് എല്ലാരും ഒന്ന് ഉപയോഗിക്കാവോ? മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാവോ? ഇവർക്ക് പണിയില്ലാണ്ടാവും. ഇവർക്ക് ആകെ ഇവർ വിചാരിച്ചേക്കുന്ന പണി ഇതൊക്കെയാ. മനസ്സിലായി? പിന്നെ മദ്യപാനം ഒന്ന് കുറയ്ക്കണം എല്ലാവരോടും. ഈ അടിച്ച് കിടന്ന് മരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മദ്യപാനം ഒന്ന് കുറയ്ക്കണ്ട. 3 മാസത്തേക്ക് ഒന്ന് നിർത്തി വെക്കാം. ഒരു പറിച്ച് മറ്റേ അവരവിടെ നടത്തുന്ന ആരെ വേണേലും കൊല്ലാന്നൊക്കെ പറഞ്ഞ സിഗരറ്റും മദ്യവും 3 മാസം കുടിക്കത്തില്ലെന്ന് തീരുമാനിച്ചാൽ ഇവിടെ അവന്മാർ വീട്ടിൽ കൊണ്ടുവരും. തീർച്ചയായിട്ടും. ഈ ഊതിക്കലൊക്കെ അപ്പൊ കാണാൻ നിൽക്കുന്നത് എങ്ങനെയാണ്? അത് ആർക്കറിയാം. അവര് മുടന്നം കുറെ ന്യായങ്ങൾ പറയും. വണ്ടി ഇടിച്ച് കഴിയുമ്പോ പൊടിയത്തില്ല. സൺഫിലിം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഇത് പൊട്ടാനുള്ള സാധ്യത ഇങ്ങനെ പൊട്ടിപ്പോവില്ല. അത് വെറുതെ പറയുന്നാടോ, കള്ളത്തരോ. അല്ലെന്ന് ആ സാധനം ആ തരത്തിൽ അത് പൊട്ടേണ്ട രീതി പൊട്ടില്ലെന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. അങ്ങനെയാ പറയുന്നേ. പക്ഷെ അതല്ല, അതിനൊന്നും അല്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ കിഡ്നാപ്പിംഗ് നടന്നാ കാണുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാ. കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ കുഴപ്പമില്ല. എടോ, ഇവിടെ ഒരു കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഒരു ദിവസം മൊത്തം ഇമാരെ തിരുവനന്തപുരത്ത് മുഴുവൻ കറങ്ങിയിട്ട് ഇതേപോലെ ഫിലിം ഒട്ടിക്കാത്ത വണ്ടികൾ ഓടിയിട്ടും എറണാകുളത്താണോ അത് ഏതൊരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു കൊച്ചിനെ കിട്ടിയത്. ഒരു ദിവസം മൊത്തം നടന്നു. ഇവരുടെ ഭയങ്കരമായ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. വാർത്തക്കാർ ക്യാമറയും കൊണ്ട് ഓടുന്നു, പോലീസുകാർ അതുവഴി ഓടുന്നു, ഇതുവഴി ഓടുന്നു. ലാസ്റ്റിലിടാ സെൻട്രലില് ഒരു ഗ്രൗണ്ടിൽ കൊച്ചിനെ എടുത്തിട്ട് അവര് പോയി. ഒരു കേസ് ഓർക്കുന്നുണ്ടോ? ഒരു കൊച്ചിനെ രാവിലോട്ട് കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തെണ്ടിയതെല്ലാം കൂടെ അവരുടെ കീഴെ തന്നെ ഉണ്ടാകുന്നു. അവരെങ്ങും പോയിട്ടില്ല. ഇവര് അന്വേഷണത്തോട് അന്വേഷണ. ഒരു വണ്ടിയിലും കറ പൊട്ടിച്ചിട്ടില്ല. എല്ലാവരും ചെക്ക് ചെയ്തെന്നുവാ പറയുന്നത്. അത് തന്നെ ഓട്ടോറിക്ഷ കൊണ്ടുപോയെന്ന് കൊച്ചിനെ ക്യാമറയിലടക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടെന്നേ. ഇവർക്ക് പിടിക്കാനൊന്നും പറ്റത്തില്ല. ഇവർക്ക് പിന്നെ കൂടിയാല് ഇതെങ്ങാനും കുറെ ആയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് മൊബൈലിൽ കൂടെ അനൗൺസ് ചെയ്യും, കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നവർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കുട്ടികളെ ഉണ്ടാക്കരുത്. അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളോട് എപ്പോഴും അപ്പനും അമ്മയും ഇങ്ങനെ പറ്റി നടന്നോണമെന്ന് പറയും. മനസ്സിലായോ? അല്ലെങ്കിൽ പുറത്ത് പൂട്ടിട്ടിട്ട് പോയാൽ മതി എന്ന് പറയും. പൂട്ടിട്ടിട്ട് പോയാൽ പോലും എന്തിട്ട് പൂട്ടും. പക്ഷേ ഈ നായ്ക്കൾക്ക് ഒരു സൈക്കോളജി ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നായ്ക്കൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൊമൈൻ ചെയ്ത് നിർത്തണം എപ്പോഴും. അതായത് നമ്മളതിനെ ഡൊമൈൻ ചെയ്യുന്ന ഒരു ഇതില്ല. നമ്മളതിനെ പേടിച്ചിട്ടാണെങ്കിൽ അതിനൊരു ഡൊമൈൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. പെറ്റാണെങ്കിൽ പോലും ചിലപ്പോൾ ശരിയാ. ഇതേപോലെ തന്നെയാണ് ഈ അധികാരികൾ എന്ന് ജനം വിചാരിച്ചിട്ടുള്ള നമ്മുടെ തൊഴിലാളികളായിട്ടുള്ള ഈ മന്ത്രിമാര് തൊട്ട് കീഴോട്ട് വരുന്ന എല്ലാ ആൾക്കാരും. അതായത് നമ്മൾ ഈ അധികാരം കാണിച്ചിട്ടില്ലെങ്കിൽ അവര് കുരയ്ക്കും. നല്ല ശക്തിയായി കുരച്ചുകൊണ്ടായിരിക്കും ആദ്യം വരിക. അതെ, ഇങ്ങനെയൊക്കെ കാണുമ്പോ തന്നെ. അത് ശരിയാ. വേറെ കാര്യമുണ്ട്. ഇത് ആ പ്രദേശത്ത് നിന്ന് ഈ പട്ടി കുരയ്ക്കുകയും മറിയുകയൊക്കെ ചെയ്യുന്നു. ആ ബിസ്ക്കറ്റ് കൊടുത്താൽ പാലാട്ടി വരും. അതാണ്, അത് തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഈ ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അല്ല അവര്. എന്താ അങ്ങനെയല്ല, കിറ്റല്ല. അതല്ലേ, നേരെ തിരിച്ച് മറ്റേ അവർക്ക് കൊടുക്കത്തില്ലേ. ചിലർ കൊടുത്തു കഴിഞ്ഞാൽ ഇക്ക വിളിച്ചു, ഏട്ടൻ വിളിച്ച് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ബിസ്ക്കറ്റ് കിട്ടിയതോ? കിറ്റിനകത്ത് വേറെ സാധനമുണ്ട്. കിറ്റ് ശരിക്കും ഈ എങ്ങനെയാന്ന് അറിയാമോ? കിറ്റ് ശരിക്കും ഒരു ഡോബർമാൻ ഈ ഇന്ത്യൻ സ്ട്രീറ്റ് ഡോഗ്സിന് കൊടുത്ത മറ്റേ പട്ടി ബിസ്ക്കറ്റാണ്. ഡോഗ് ഫുഡാ. അല്ല, തമാശ അല്ല. അവർക്ക് ഈ പറഞ്ഞ തിരിച്ച് അങ്ങോട്ട് വല്ലതും കൊടുത്താൽ അവർ പണിയെടുക്കും. അതായത് ഏത് പോലീസുകാരനാണ് കാശ് മേടിച്ചിട്ടൊക്കെ ഇപ്പൊ പണിയെടുക്കുന്നത്. ഫ്രീ ആയിട്ടാണോ? ഇതിനൊരു റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു സ്റ്റേഷനിലെ SI ക്ക് ഇത്ര, CI ക്ക് ഇത്ര ഇൻസെന്റീവ് അല്ല. അതായത് ഒരു പരിപാടി എടുക്കുമ്പോ ഞാൻ പോയി ഇത്ര രൂപ അവിടെ കൊടുത്തിട്ട് ഇത്ര മോള് കൊടുത്താ ആ കാര്യങ്ങൾ വേറെ രീതിയിലാവും. ആയിട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് കഴിഞ്ഞിടയ്ക്കും കുറച്ചുപേരൊക്കെ ഇങ്ങനെ പോയി അവിടെയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടതാണ്. എന്റെ പരിപാടി വന്നപ്പോഴും പലരും പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയാ ചെയ്യുന്നത്, നിനക്ക് അങ്ങനെ ചെയ്താൽ പോലും. ഞാൻ ഇത് അങ്ങനത്തെ ഒരു കേസാകാത്തോണ്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അവിടെയൊക്കെ പലയിടത്തും നമ്മളോട് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്, നാട്ടുകാർ പറഞ്ഞു ഇവിടെ ഇങ്ങനെയാണ് ചെയ്ത ആളാണ് മോഹൻലാലും സിദ്ദിഖും ഒക്കെ. അവര് പലയിടത്തും ഇതുപോലെ ഇങ്ങനെ അവര് നടത്തിയോണ്ടാണ് താൻ ജയിലിൽ. അതുകൊണ്ട് തന്നെയായിരിക്കും സിദ്ദിഖ് നല്ല രീതിയിൽ ഒളിവിലിരിക്കാൻ പറ്റിയതും. ആർക്കും ഒളിവിലിരിക്കാൻ എത്ര ദിവസം ഇപ്പൊ നമുക്ക്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പൈസ ഉള്ളതാണെങ്കിൽ അവരിത് കൊടുക്കത്തില്ല. അവർക്കറിയാലോ എന്റെ ഉണ്ടെന്ന്. അപ്പൊ മറ്റടുത്ത് കൊണ്ട് ഞാൻ കൂടുതൽ കൊടുത്താലോ
ഇവര് നേരെ തിരിയും. ഇവർക്ക് അങ്ങനൊന്നും ഇല്ല. ഇത് ശരിക്കും നക്കാപ്പിച്ച കിട്ടിയാൽ മതി. ശരിക്കും ഇത് കിഡ്നാപ്പിംഗ് അങ്ങ് പോലെ. അതായത് നിങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങൾ പൈസ കൊടുക്കും, ഞങ്ങളെ വിളിച്ചു പറയും, അപ്പൊ എല്ലാവരും കയറിയതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിന്നെയൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന്. ഈ കഴിഞ്ഞിടയ്ക്ക് മണവാളൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബറെ കിടന്ന് കാണിച്ചു കണ്ടവന്മാര്, അവൻ അറിഞ്ഞിട്ട് പോലും അവനൊരു വഴി പോയപ്പോ സഡൻ ബ്രേക്ക് ഇട്ടൊരു വണ്ടി വീഴുന്ന കണ്ടപ്പോ ഇവര് എന്നിട്ട് പറഞ്ഞ് വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് മണവാളനെതിരെ കേസ് കൊടുത്ത് അപ്പൊ അതിന് മുടിയും വെട്ടിച്ച് അവന് മാനസികരോ ഉണ്ടെന്ന് പറഞ്ഞ് വാർത്ത ഇറക്കിയിടും. എന്തോരു മണ്ടന്മാരാന്ന് നോക്കണേ. അവൻ അന്ന് കറക്റ്റ് ആയിട്ട് പറയുക, CCTV അടക്കം കാണുന്നുണ്ട് ഈ ബൈക്ക് വീഴുന്നൊക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഇവന്മാര്? ആള് റിലീസായില്ലേ? അത് യൂട്യൂബർ ഒക്കെ ആണ്, ഫെയിം ആണല്ലോ. അപ്പോൾ ആ സ്റ്റേഷനിലെ പോലീസുകാരെയൊക്കെ ചിലപ്പോ മീഡിയയിലെ മുന്നിലൊക്കെ കൊണ്ടുവരാൻ ഇവർ റീൽസ് ഉണ്ടാക്കുന്നുണ്ട്, ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ട് ഇവർക്ക്. അതിനകത്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു തരം താന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് പോലീസ്. ഇവരിനി ശരിക്കും പറഞ്ഞാണല്ലോ ഈ പോലീസുകാരുടെ ഈ ഫേസ്ബുക്ക് പേജ് ബാൻ ചെയ്യണം. അത് വേണ്ട, അത് അങ്ങനെ ഒരു പരിപാടി ഇനി ഇവര് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയേക്കുന്നത് ഹീറോയിസം കാണിക്കുക. അവര് അതാ ചെയ്യുന്നത്. അവര് കാര്യം പറഞ്ഞു കൊടുക്കുവല്ല. ഇവര് കുറെ പിള്ളേരെ പിടിച്ചു, അവരെ കൊണ്ട് മാപ്പ് പറയിച്ചു, മാസ് BGM ഇടുക, ഇതല്ലല്ലോ. പിന്നെ പോരാത്തതിന് മറ്റേ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യണം. അവയർനെസ്. റോട്ടില് ഒരാളെ പിടിച്ചെടുത്തിട്ട് ബസിന്റെ മുന്നിൽ പോകുമ്പോ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ കൈവക്കി ക്രോസ് ചെയ്യാൻ പാടില്ലെന്ന് ആരെയത് പഠിപ്പിച്ചേ? പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ ഉള്ളില് സ്റ്റേഷനില് അങ്ങനെ ക്രോസ് ചെയ്യരുത്. അപ്പൊ ഇതിനെ കൈ വെക്കണമെന്ന് ഇങ്ങനെ കൈ കാണിച്ചു അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ലല്ലോ. മാത്രമല്ല ഒരു വണ്ടി നിർത്തി കഴിഞ്ഞാൽ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഇറങ്ങി അവിടെ ആളില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് അതും വണ്ടി പോയതിനു ശേഷമാണോ ചെയ്യാം. ഇവിടെ ബൈക്കുകാരൻ വേണേ കൈ കാണിച്ചോളാം പുറകിൽ എന്നിട്ട് ചെയ്തോളാം. അങ്ങനെ ചെയ്യരുതല്ലോ. ഞാന് ഇതില് അതേ പോലീസിന്റെ തന്നെ വേറൊരു സാധനം ഉണ്ട്, ഹെൽമെറ്റിന്റെ സംഭവം. ഈ ട്രെയിനിങ് ഇന്ത്യ മാത്രമേ കൊടുത്തും കാണുന്നുള്ളൂ. ഹെൽമെറ്റിന്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂര് നമ്മുടെ KSFEDയും സെൻട്രൽ ബാറിന്റെ ഇടയിലായിട്ട് ഒരു പ്ലേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ വീഡിയോയിൽ പറയുന്നത്, നിങ്ങൾ മുന്നിലത്തെ വാഹനം പോകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടാണെങ്കിൽ എന്തുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുമ്പോൾ എന്തുണ്ടാവുക, ബാക്കിലത്തെ വണ്ടി ഫാസ്റ്റ് ആയിട്ട് വന്നിട്ട് മറ്റേ വണ്ടീനെ ഇടിക്കും. അപ്പൊ ഈ ബോർഡ് വെച്ചതിന്റെ ഭാഗമായിട്ട് 3 പ്രാവശ്യം ആക്സിഡന്റ് നടന്നു. നമ്മളത് കോർപ്പറേഷനിലെ കാര്യങ്ങളിലും പൊതുമരാമത്തിലും എല്ലാത്തിനും ഇൻഫോം ചെയ്തിട്ടു. ഇപ്പോഴും ആ ബോർഡ് ഭാഗത്തോളം റോഡിന്റെ കാൽഭാഗം തിരുവല്ലയില് ആ ബൈപ്പാസ് ഓപ്പൺ ആക്കി. ബൈപ്പാസ് ഓപ്പൺ ആക്കിയപ്പോ സിഗ്നൽ ഇല്ല. ഇത് ക്രോസ് ചെയ്യുന്നത് മെയിനായിട്ട് ആൾക്കാർ എന്നും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെയിൻ റോഡ് തന്നെയാണ് ഈ ബൈപ്പാസ് ക്രോസ് ചെയ്യുന്നത്. അപ്പോഴും ഇത് കണ്ടപ്പോഴേ ഞാൻ ഇവിടെ ഇപ്പൊ ഇടി തുടങ്ങും. നമുക്ക് കണ്ടാൽ മനസ്സിലാവൂടോ, അവിടെ ഇടി ഇപ്പൊ തുടങ്ങുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസത്തെ ആക്സിഡൻസ് കൂടി, ഇടിച്ചിടിച്ചിടിച്ചിടി സൈഡിൽ അടിക്കുന്നു, ഇവിടെ അടിക്കുന്നു, വണ്ടി വന്നിടിക്കുന്നു, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. ഇവരിത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പൊ ശരിക്കും സിഗ്നൽ വെക്കാതെ, ഒരു സിഗ്നലും പോരാന്നവിടെ. അത് സിഗ്നൽ വെച്ചപ്പോഴും ഞാൻ ഇനി ഇവിടെ ഇടിക്കും. കാരണം എന്താണെന്നറിയോ, പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ആദ്യത്തെ ഇടിയുടെ സീൻ എന്താണെന്നറിയോ, എല്ലാ ദിവസവും നമ്മൾ പോകുന്നൊരു വഴിയാണ്. നമ്മൾ ഈ ബൈപ്പാസ് ഓപ്പൺ ആയത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഞാൻ പോയത് ഇവിടെ ഒരു ദിവസം ഞാൻ അറിയാതെ വണ്ടി ഓടിച്ചങ്ങ് പോയി. ഞാൻ പിന്നെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതുവഴി ഒരു കിടിലം ബൈപ്പാസ്, മെയിൻ വണ്ടികളെ വലിയ വാണ്ടിലോറിയൊക്കെ രാത്രി വരുന്നത്. മനസ്സിലായ, നമ്മൾ ഡെയിലി പോകുന്നവര് അവിടെ ഇടയ്ക്കൊരു വഴി ഇവിടെ തുറന്നു, നമ്മളത് കോൺഷ്യസ്നെസ് വരത്തില്ല. ഇതുപോലും ചിന്തിക്കാൻ ബോധമില്ലാതെ ഇവന്മാര് തുറന്നു വെച്ചു. അവിടെ ഇടിയും നടന്നു. എന്തോ ഭാഗത്തിന് എനിക്ക് ഇടി കിട്ടിയില്ല. ഞാൻ പിന്നെ തൊട്ട് വളരെ ശ്രദ്ധിച്ച് എങ്ങനെയൊക്കെ പോയി. ഇതിനകത്ത് സിഗ്നൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടി നടന്നു. അതിന്റെ കാരണം എന്താണെന്ന് നോക്കിയിട്ട് അവർക്ക് ഏകദേശം എത്ര നാളെടുത്തെന്ന് എനിക്കറിയത്തില്ല ഇത് കറക്റ്റ് ചെയ്യാനായിട്ട്. ഇവർ സ്പീഡ് ബ്രേക്കർ വെച്ചിട്ടില്ല. അവിടെയും ചെറിയ പ്രശ്നമുണ്ട്. സ്പീഡ് ബ്രേക്കർ വെക്കാതെ ഈ സിഗ്നലിലോട്ട് ആൾക്കാർ ചിലപ്പോൾ ചെന്ന് കയറാൻ സാധ്യതയുള്ള ഒരു തരം വഴിയാണ്. ഞാൻ അന്നും പറഞ്ഞു ഈ സിഗ്നൽ പോരാ, ഇവിടെ എല്ലാം നല്ല രീതിയിൽ സാധനം വെക്കണം. അവിടെ നിന്ന് സൈൻ ബോർഡ് വേണം. ഇത് ക്രോസിംഗ് ആണ്, ഇതൊരു വല്ലാത്ത സ്ഥലം, അത് ഞാൻ കാണിച്ചു തരാൻ വേണം. ഇപ്പോഴും വേണേലും ഇപ്പം ഇടി നിന്നിട്ടുണ്ട്, കുറേയൊക്കെ ആൾക്കാർ പ്രാക്ടീസ് ആയി. പക്ഷേ ഈ കുറഞ്ഞു. അവിടെ ആക്സിഡന്റ് പ്രോൺ ഏരിയ ഒന്നും അല്ല, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു പണി കാണിച്ച് ഇവർ വന്നു. അവർ സിഗ്നൽ വെക്കാതെ റോഡ് ഓപ്പൺ ചെയ്ത ആൾക്കാർ അവിടെ ഒരു 6-7 വണ്ടിയെങ്കിലും ഇടിച്ചിട്ടുണ്ട്. ആരും ചാകുന്ന ഇടി ഇടിക്കത്തില്ല. മനസ്സിലായോ? പടിഞ്ഞാറക്കോട്ടയിലെ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് പടിഞ്ഞാറക്കോട്ടയിൽ അവിടേക്ക് തിരിയുന്ന ആ സ്ഥലത്ത് നമ്മുടെ ഒരു കൈ ഫുള്ളായിട്ട് ഇറക്കി വെക്കാവുന്ന രീതിയിൽ ഒരു കുഴി ഉണ്ടായിരുന്നു. അത് മിനിഞ്ഞാന്നാണ് അടച്ചത്. അതായത് പക്ഷെ ഹെൽമെറ്റ് വെച്ച് പോയി വീഴാൻ കുഴപ്പമില്ല.
കുഴപ്പമില്ല. അല്ല തല പ്രൊട്ടക്ട് ചെയ്യാൻ സത്യത്തിൽ ഈ കുഴിയാണോ ഹെൽമെറ്റ് ആണോ ബ്രദർ? ഹെൽമെറ്റ് വെക്കാതെ ഒരുത്തം പോയാൽ ഒരുത്തം വീണാൽ മാത്രമേ എന്തിനും പറ്റത്തുള്ളൂ. പക്ഷെ ഈ കുഴി അങ്ങനെയാണോ? ഹെൽമെറ്റ് വെച്ചോണ്ട് വന്നാലും വെക്കാതെ വന്നാലും അതിനകത്ത് 1,00,000 പേര് വീഴാനുള്ള സാധ്യത. കാരണം ഇന്നും അതുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം കുഴിച്ച് അടയ്ക്കാൻ അവന്മാർക്ക് ഒരു ഉത്സാഹവും ഏറ്റവും വലിയ വിറ്റ് എന്താണെന്നറിയോ? മഴ സമയത്ത് ഇത് വളവാണ്. ഈ കുഴിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കാല് അങ്ങനെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിക്കുക. പെട്ടെന്ന് വളവ് തിരിയണ സമയത്ത് അവൻ പെട്ടെന്ന് അങ്ങനെ കാല് സ്കിപ്പ് ആവോ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ കുഴിയിൽ അങ്ങനെ പെട്ട്. അതായത് ചെറിയ കുഴിയാണ്, അതായത് ഒരു കാര്യം അടക്കാവുന്ന അത്രയ്ക്കുള്ള ബൈക്ക് പോയി അവസ്ഥ ആലോചിക്കുക. ഞാൻ ഇങ്ങനെ പോയി എങ്ങനെ സ്പീഡിലല്ലാണ്ട് രക്ഷപ്പെട്ടു. എത്ര അടുത്ത് ഇങ്ങനത്തെ കുഴികൾ കിടപ്പുണ്ട്. അതായത് ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാതെ ജനങ്ങളില് പഴികൾ നിരന്തരമായിട്ട് ഏൽപ്പിക്കുക. ഇപ്പൊ ഡ്രൈവേഴ്സിന് കുറ്റം പറഞ്ഞിട്ട് KSRTC ഡ്രൈവേഴ്സിനെയാണ് കുറ്റം പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഇവന്മാർ ആരും നന്നാവാനൊന്നും പോകുന്നില്ല. അതിപ്പോ ആര് വന്നാലും ഇതൊക്കെ തന്നെ. കാരണം യൂണിയനും ഒരു കൂട്ടരുടെ താല്പര്യവും അങ്ങനെയൊക്കെ ഇവിടെ പരിപാടി നടക്കും. പക്ഷെ ആര് വന്നാലും നന്നാവാൻ പോകുന്നില്ല എന്ന് ശരിയാണ്. പക്ഷെ ജനങ്ങൾ കുറച്ചും കൂടിയും എന്താ പറയാ, എന്റെ അധികാരത്തിലാണ് ഇതുള്ളത് എന്നുള്ള അധികാര ബോധത്തോടു കൂടി, നേരത്തെ ആ പട്ടീനെ കാണുമ്പോ ഉള്ള അതേ സംഭവത്തോടു കൂടി തന്നെ ജനങ്ങൾ അധികാര ബോധത്തോടു കൂടി എന്ന് എല്ലാവരും അങ്ങനെ ഇനീഷ്യേറ്റ് എടുത്ത് തുടങ്ങുന്നു, അന്ന് ഒരു മാറ്റം ഉണ്ടാവും. ഇവിടെ ഏത് പാർട്ടി വന്നാലും മാറില്ല. പകുതി പേര് മാറിയ ശരിയാ, മുഴുവൻ ആൾക്കാർ മാറുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്വാർത്ഥരാണ് ഇവരുള്ളവര്. സ്വാർത്ഥത വിവരമില്ലായ്മ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇവരുടെ അധികാരത്തിലാണെന്നുള്ള വിവരമില്ലായ്മ കൊണ്ട് ഉണ്ടാവുന്നത്. അല്ലെന്ന് അങ്ങനെയല്ല, എന്നെ ബാധിക്കുന്നല്ലോ. എന്നെ ബാധിക്കാത്തത് മാത്രമല്ല പ്രശ്നം. എനിക്ക് കിട്ടുന്ന ചില സാധനങ്ങളുണ്ട് ഒരു കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് വല്ലതും പോകുമോ, എന്റെ സ്വാധീനങ്ങൾ കുറയുമോ? അതായത് എന്റെ കുറച്ച് ദിവസം മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം, വിഷ്ണു നമുക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ, നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടുമോ? അതായത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഈ ഇത്തരം വിഷയങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യേണ്ടവർ ചെയ്തോളും. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്കൊരു ചിട്ടി ചേരാം, എന്നിട്ട് ആ ചിട്ടി അടയ്ക്കാം, EMI ഉണ്ടെങ്കിൽ അത് അടയ്ക്കാം, ഭാര്യയ്ക്ക് പിള്ളേരുടെ ചോറൂണ് നടത്താം, പിന്നെ അമ്മേനെയൊക്കെ നോക്കണമല്ലോ. കാറൊരെണ്ണം വാങ്ങണ്ടേ, കല്യാണം കഴിക്കണ്ടേ, സ്വിഫ്റ്റ് റെഡ് സ്വിഫ്റ്റ് എന്താ എന്തൊക്കെയോ സിൽക്സിൽ പോയി സാരീസ് എടുത്തിട്ട് സ്വർണ്ണമൊക്കെ അല്ല, അതല്ലേ വിശ്വാസം, അതല്ലേ അതൊക്കെ എടുക്കണ്ടേ, അതെല്ലാം കഴിഞ്ഞിട്ട് എവിടെയാണ് ഈ റോഡ് നോക്കാൻ സമയം? പൂരം വരികയാണ്, പെരുന്നാളുകൾ, പൂരങ്ങൾ, അങ്ങനെ പരിപാടികളും. പക്ഷെ ഞങ്ങൾക്ക് വേറൊരു വാദം തിരിച്ച് അങ്ങോട്ട് വെക്കാനുണ്ട്. തൃശ്ശൂർക്കാർക്ക് പൊതുവിൽ ഒരു ധാരണ വെടിക്കെട്ട് എടുക്കണം. അങ്ങനെയല്ല, മാരുടെ ഒരു വെടിക്കെട്ടുണ്ട്. മാരുടെ ഭയങ്കര വെടിക്കെട്ടാ. അത് പുറത്തധികം അറിഞ്ഞിട്ടില്ല. പബ്ലിസിറ്റി കൊടുക്കണോ? എറണാകുളത്തിന്റെ ഒരു പ്രധാന സാധനം മരട്ടിലെ വെടിക്കെട്ട്. ഇവിടെ വെടിക്കെട്ടെന്നല്ല, ആ വെടിക്കെട്ടിന് വേണ്ടത്ര ഒരു സംഭവം. അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ പടക്കം പൊട്ടിക്കുമ്പോഴാണ് ഇവിടെ പലർക്കും സ്ഖലനം ഉണ്ടാകുന്നത്. മനസ്സിലായത്? അതൊരു പ്രത്യേക സ്ഖലനം, ഉന്മാദം, ഓർഗാസം. അത് വരണമെന്നുണ്ടെങ്കിൽ പടക്കം പൊട്ടണം. മനസ്സിലായി? അപ്പൊ കുറെ പേർക്ക് ഓർഗാസം ഉണ്ടാവും. പിന്നെ വേറൊരു ഓർഗാസം എന്നാണെന്നറിയോ? അത് പറയാം. ഈ റോഡിൽ കൂടി ഇങ്ങനെ നടക്കും കൂട്ടം കൂടി, ഒന്ന് റോഡെല്ലാം ബ്ലോക്ക് ആവും, അപ്പൊ ഒരു ഓർഗാസം കിട്ടും. അതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഓർഗാസം. പിന്നെ പട്ടിണി ഇരിക്കും ചിലപ്പോ ഒരു ദിവസം മൊത്തമേ. പിന്നെ ബാക്കിയുള്ളവർ മൊത്തം ഒരു കോളാമ്പിയൊക്കെ ഉപയോഗിച്ച് ശബ്ദം ഉണ്ടാക്കി ബുദ്ധിമുട്ടിക്കുക. അപ്പോഴേ നമുക്കൊരു സുഖം കിട്ടുന്നുള്ളൂ. മനസ്സിലായി? അതിനിടയിൽ റോഡ് കുഴിയാവുന്നതോ, ആനയും പട്ടിയെയും പട്ടികളെ കൂട്ടത്തോടെ കൊല്ലുക, ഇവിടെയുള്ള മനുഷ്യരെ ബുദ്ധിമുട്ടുന്നത് പോരാ, വന്യജീവികളെ പിടിച്ചുകൊണ്ടു അതിനെ ബുദ്ധിമുട്ടിക്കും. ഇവിടെ ഞാൻ ഇവന്മാര് വെടിക്കെട്ട് നടത്തുമ്പോ ഉള്ള പക്ഷികളും മൃഗങ്ങളും എന്തിനാ ഈ പറഞ്ഞ ഈ പറഞ്ഞ മണ്ണിനെ വരെ പേടിക്കുക. തൃശ്ശൂരത്തിന് പട്ടീനെ ഉപദ്രവിക്കുന്ന ഞാൻ സമ്മതിക്കില്ല. കാരണം പട്ടികളെ ഒരാഴ്ചക്ക് മുമ്പേ മൃഗങ്ങൾ എല്ലാത്തിനും കൊണ്ടുപോകും അവര്. അത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും എല്ലാത്തിനെയും. അല്ലല്ലോ, കൊന്നളയില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സ്ഥലത്തോട്ട് ഇറക്കിവിടും. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. ഈ പക്ഷികളെ കൊണ്ട് കുഴപ്പമില്ല. അവർക്ക് അറിയാമായിരിക്കും ഈ സമയം ഈ പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ബാളിയാ പോവാന്ന്. കഴിഞ്ഞ വർഷം ഒരു മാസം മുന്നേ പോവായിരിക്കും അല്ലേ ഒച്ചക്ക്. ഇവിടെ മണ്ടന്മാര് വരുന്നുണ്ട്, തൃശ്ശൂർ പൂരം നടത്തുന്നു, മണ്ടന്മാര് വരുന്നുണ്ട്, ഓടിക്കുമെന്ന് പറഞ്ഞ് സകല ജീവജാലങ്ങളോട് പോവായിരിക്കും, പ്രാണികളൊക്കെ. ഇല്ല, ജനങ്ങള്
അത്രയ്ക്കുള്ളൂ. ആ ശരിയാ, കഷ്ടമുണ്ട്. പാമ്പൊക്കെ ഓടുകയായിരിക്കും, എലിയൊക്കെ അവിടെ നിന്ന് പ്രദേശത്തുനിന്ന് പോകും. സാധാരണ ജീവികൾ, ബോധമുള്ള ജീവികൾ ഓടുമ്പോ കുറെ ബോധമില്ലാത്തവന്മാർ വന്ന് കൂടും. അവർക്കിതൊരു അതെ അതെ, അവരെ സംബന്ധിച്ച് ബോധമുള്ളവര് പോവുമ്പോ ബോധമില്ലാത്തവര് വരുന്നു. തേക്കിൻ കാട് മൈതാനം ഈ ക്ഷുദ്രജീവികൾക്കും ഇങ്ങനെ ഈ പറവുകൾ പക്ഷികൾക്കും ഒക്കെ ഒരു ഇറാക്കായിരിക്കും. അവരിങ്ങോട്ട് വരലുണ്ടാന്നുള്ളത്. അല്ല, ഇപ്പൊ അത് പോലീസ് തീരുമാനാക്കിയിട്ടുണ്ട്. രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് അവിടുന്ന് ആൾക്കാർ ഓടിക്കും. എല്ലാരും വീട്ടിൽ പോ സംരക്ഷിക്കാൻ. അത് ഞാൻ ചോദിച്ചു, സാറേ ഇതിപ്പോ എന്തിനെ പറ്റി എങ്ങനെ പറഞ്ഞേക്കുന്ന? ഇല്ല, ഇവിടെ കത്തിക്കുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് മുൻകൂട്ടി പ്രിക്കോഷൻ എടുക്കാനായിട്ട് ഇവരൊക്കെ പറഞ്ഞേക്കണം. രാത്രി ഇല്ല, കൊതുകിനൊന്നും കഴിഞ്ഞ പ്രാവശ്യം. അതെ അതെ, ഞാൻ സത്യത്തില് തൃശ്ശൂർ പൂരം 3 പ്രാവശ്യം കണ്ടിട്ടുള്ളത്. പക്ഷെ 3 പ്രാവശ്യം എനിക്ക് കൊതുകടി കൊള്ളേണ്ടി ഒന്നുമില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടാത്തോട്ടുള്ളതുകൊണ്ട് എനിക്ക് കൊതുകടി കൊണ്ടു. ആദ്യമായിട്ട് പൂരം കാണാൻ വേണ്ടി ഇരുന്നതാ. കൊതുകിനും പൊതുവെ കുറവുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും. ഏയ് കൊതുണ്ട്, കൊതുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ കത്തുന്നതുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ പല സാധനങ്ങളും ബാക്ടീരിയകൾ ചാവുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. മറ്റേ കൈ കൊട്ടുമ്പോ, പാത്രം കൊട്ടുമ്പോ, വിളക്ക് കത്തുമ്പോൾ, പടക്കം പൊട്ടിക്കുമ്പോൾ. തൃശ്ശൂരല്ലോ, പിന്നെ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ആറ്റുകാല അമ്മച്ചിയുടെ മറ്റേത് കത്തിക്കുമ്പോഴാണ് കൂടുതലും ബാക്ടീരിയ വൈറസും ചാവുന്നത്. കുടം വെച്ച് ഇത് കത്തിക്കുമ്പോ ഇങ്ങനെ ഈ ധൂമം വരും. ഇപ്പൊ ഉണ്ടല്ലോ ഇവിടെ ആറ്റുകാലം പോലെ പൊങ്കാല കൊതു കുറവുണ്ടോ? അവിടെ ബാക്ടീരിയകൾ ചാവുന്ന പറയുന്നത്, അന്തരീക്ഷം ക്ലീൻ ആവുന്നൊക്കെ പറയുന്നത്. അല്ല, അങ്ങനെ നോക്കിയപ്പോ അറിയില്ല. അമേരിക്കൻ ഒരു കുറച്ച് ഗ്രൂപ്പാണ് കണ്ടുപിടിച്ചേക്കുന്നത്. പുക കൊണ്ട് ഉണ്ടാകുന്ന അല്ലേ, സീമെൻസുകാരെ കണ്ടുപിടിച്ചാണ് കമ്പനികൾ. ഇപ്പൊ തിരുവല്ലയിലേക്ക് ഇരിക്കുന്ന ഞാൻ നോക്കുമ്പോഴേ എടാ എനിക്ക് എന്താ ഭയങ്കര വിറ്റുണ്ട് കേട്ടോ. എടാ ഇതേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുവല്ല പോയപ്പോ നമുക്ക് ഈ സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. തിരുവല്ലയിൽ മുമ്പ് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു പരിപാടിയായി. ഇനി ആ ദിവസം ഞാൻ ഇറങ്ങാത്താണെന്ന് അറിയത്തില്ല. ഈ പ്രാവശ്യം പോയപ്പോഴേ ഞാനിങ്ങനെ ചുമ്മാ പോകുമ്പോൾ അധികം കടകളൊന്നും തുറന്നിട്ടില്ല. എന്തിന്റെ അവധിയാന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ചില കടയിലോട്ടൊക്കെ നോക്കുമ്പോൾ ചിലതുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഞാൻ ഓർത്ത് ഈ വണ്ടിയൊക്കെ നോക്കി തൊഴുത് കാണിക്കാൻ എന്ത് ഇവിടെ നടക്കുന്നത്, എന്റെ വണ്ടി നോക്കി എന്തിനാടാ ഇങ്ങനെയൊക്കെ ഈ പറയുന്നതൊക്കെ. അങ്ങനൊന്നും അല്ല സംഭവം. ഞാൻ ഇങ്ങനെയല്ലേ നോക്കുന്നത്, ഇതെന്തോ നടക്കുന്നത് നോക്കിയപ്പോ മുന്നോട്ട് നോക്കിയപ്പോ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു 2 സൈഡിലും കുടമൊക്കെ ആയിട്ട് കുറെ പേര് ഇരിപ്പുണ്ട്. മനസ്സിലായി, അവിടെ തീ കത്തിച്ച് ഇരിപ്പുണ്ട്. ഇമാരി പൊങ്കാല പോലത്തെ പരിപാടി നടക്കുക. എന്നിട്ട് ഈ വണ്ടിയൊക്കെ നോക്കി തൊഴുക. നമ്മൾ ഓർത്തിച്ചെന്താ വണ്ടിയെ നോക്കി തൊഴുന്നത് എന്തിനാ ഇവര്? റോഡിലോട്ട് നോക്കി തൊഴുത് കാണിക്കുക. ഭയങ്കര പ്രാർത്ഥന റോഡിൽ നോക്കിയെന്നുണ്ട്. ഈ റോഡിലല്ലേ എന്തെങ്കിലും പരിപാടി ഉണ്ടോന്ന് അറിയത്തില്ല. ഇനി മാഗ്നറ്റിക് ഫീൽഡോ എന്തോ ആണെന്ന് അറിയത്തില്ല. റോഡിൽ വന്നിരുന്ന് കഞ്ഞി വെച്ചിട്ട് തൊഴുത് കാണിക്കും. ഇവരൊക്കെ രക്ഷപ്പെട്ടിരുന്ന ഇനിയിപ്പോ കൊല്ലം കുറയാണ്ട് ഈ പരിപാടി നടത്തുമല്ലേ. മനസ്സിലായില്ലടാ ഇവർക്ക്. ഈ റോഡിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ സിനിമയുടെ ഷൂട്ടോ കാര്യങ്ങളോ നന്നായില്ല, അവരും റോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഫണ്ട് കൊടുക്കണം. അതേപോലെ അമ്പലം കൊടുക്കുന്നുണ്ടായിരിക്കും. എടാ അവര് കൊടുക്കുവോ കൊടുക്കാതിരിക്കും, അതൊന്നും വിഷയമല്ല. പക്ഷെ പ്രശ്നം എന്താ പറയാ, ഇത് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന പരിപാടിയാണ്. ഇപ്പൊ ഞാൻ യാത്ര തടസ്സപ്പെടുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇതിനകത്തുണ്ട്. ഏത് ഇങ്ങനെ റോഡ് ഉപയോഗിക്കാം എന്നുള്ളത്. അത് ശരിയായിട്ടുള്ള ഒരു രീതി അല്ലെന്നാ ഈ പറയുന്നത്. അങ്ങനെ ഒരു പരിപാടി റോഡിൽ അവതരിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ഇഷ്ടം പോലെ പരിപാടികൾ വേറെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ നെഹ്റു സ്റ്റേഡിയം കിടപ്പുണ്ട്. എന്ത് പരിപാടിയാണെങ്കിലും കാണിക്കാനോ. അതുപോലെ അവിടെ തിരുവനന്തപുരത്ത് സ്ഥലങ്ങളുണ്ടല്ലോ, ഗ്രൗണ്ടുകളുണ്ടല്ലോ. ഇവർക്കതൊക്കെ അവിടെയൊക്കെ നടത്താനോ. ഇതൊന്നും അല്ല ചെയ്യുന്നത്, റോട്ടിൽ നടത്തണം. പള്ളിയിൽ നിന്ന് പരിപാടി റോട്ടിലോട്ട് ഇറങ്ങും. മനസ്സിലാവും. അതെന്ത് പരിപാടി? അത് റോട്ടികളെ പോയി ഓൾറെഡി ചൂടുള്ള രാജ്യമാ, അതിനിടെ വീണ്ടും തീ കത്തിക്കുക. എടോ റോഡിൽ ഇറങ്ങുന്ന അല്ലെന്ന് ഇവര് കാശ് കൊടുക്കും. ആരെങ്കിലും എടുത്ത് ഇവന്മാരെ പറ്റിച്ചിട്ട് കാശ് കൊടുക്കുന്ന അല്ലല്ലോ വിഷയം. ഈ വന്ന മണ്ടന് ഇവൻ എന്തിനു വന്നതെന്ന് ഈ വണ്ടിയിലൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് എന്തോ കാര്യസാധ്യം എന്നൊക്കെ പറഞ്ഞ് വിവരം ഇല്ലാത്തതുകൊണ്ടും ബോധം ഇല്ലാത്തതുകൊണ്ടും ചെയ്യുന്ന പണിയായത്. ഇത് ചെയ്തിട്ടാണോ അമേരിക്ക ഈ നിലയിലെത്തിയത്? അല്ലല്ലേ ഈ പുരോഗമിച്ച രാജ്യങ്ങളൊക്കെ ഈ പൊങ്കാലയിട്ടിട്ടാണോ? ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നിയമവ്യവസ്ഥയില് സ്പെഷ്യലായിട്ട്, അതായത് ഇല്ലാത്ത ആനുകൂല്യങ്ങൾ നേടാന്ന് പറയുന്ന മതവിഭാഗങ്ങൾ, അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്.
അതായത് അതായത് നമ്മള് നിയമത്തില് ഇത് പറയുന്നുണ്ട്, റോഡോ കാര്യങ്ങളോ ഇതുപോലെ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ മതങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയുക എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ സമാധിയുടെ വിഷയം പോലെ തന്നെ മതങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം അത് അനുകൂല്യങ്ങളായിട്ട് മാറുമ്പോൾ നിയമവ്യവസ്ഥിതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ്. മതത്തിന് ഒരു രീതിയിലും നിയമവ്യവസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രീതിയിലും ചൂഷണം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇവിടത്തെ ഉറപ്പുവരുത്തണം. ആരുറപ്പുവരുത്താനൊക്കെ എല്ലാ മതവിശ്വാസികളാ. ഇവിടെ ഇരിക്കുന്ന കോടതി മതവിശ്വാസിയാണ്, രാഷ്ട്രീയക്കാർ മതവിശ്വാസികളാണ്, എല്ലാവരും മതവിശ്വാസികളാണ്. പിന്നെ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ 5 നേരം നിസ്കരിക്കും? അല്ല, ഇപ്പൊ ചുവന്ന രക്തഹാരം ഇട്ടിട്ടുണ്ട്, ശബരിമല പോകുന്നു. വ്യക്തി ആരാധനക്കെതിരായിട്ടുള്ള മാർസിന് ചുവന്ന മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിരീശ്വരവാദികൾ പോയിട്ട് എന്താ അതെ, അങ്ങനെയുണ്ട്. അപ്പൊ അതാണ് ഇവിടെ എന്ത് പരിപാടി തുടങ്ങിയാലും അത് ഗ്രൂപ്പാക്കി മാറ്റണം. ഒരു ഗ്രൂപ്പ് ആവണം. അപ്പൊ തന്നെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുക, അത് അസോസിയേഷൻ ആക്കുക, എന്നിട്ട് അസോസിയേഷൻ പരിപാടി നടത്തുക, ഫണ്ട് കൊണ്ടുവരിക, എന്നിട്ട് ഓണാഘോഷം നടത്തുക. മയിലുകള് എന്താ മതം ഇല്ലെന്ന് പറയുന്നത് മതത്തെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ്. ഈ മതത്തിന്റെ മേളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇത് വെറുതെയാ, നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ഇതിനെ എതിർക്കുന്ന ആൾക്കാരാണ് പോയി ഇപ്പൊ നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. കമ്മ്യൂണിസത്തില് പക്ഷെ ഒരു കാര്യം, രാഷ്ട്രീയക്കാരനും അറിയാം, നേതാവിനും അറിയാം, മതനേതാവിനും രാഷ്ട്രീയ നേതാവിനും അറിയാം. രാഷ്ട്രീയക്കാരൻ അറിയില്ലോ, രാഷ്ട്രീയക്കാരൻ പൊട്ടനാ, അവനൊരു അറിയാൻ പാടില്ല. അവൻ ഈ ഇവിടുന്ന് കയറി പോയതാണല്ലോ. മത നേതാവിനെ അറിയാം, പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, നിയമകാര്യങ്ങളില് ഒരു മതത്തിനും ഒന്നും ചെയ്യാൻ പറ്റരുത് എന്നുള്ള ഒരു ഇത് ഇവിടെ നിയമകാര്യങ്ങളിൽ മതത്തിന് ഒരു രീതിയിലും നിയമം തെറ്റിക്കാനായിട്ട് ഇവിടെ സിനിമാക്കാരെ പിടിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാ മത നേതാക്കന്മാരെ പിടിക്കുന്നു. പ്രത്യേക ഒരു ഇമ്മ്യൂണിറ്റി ഒന്നും കിട്ടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സാധനം ഇല്ല. അത് അങ്ങനെ അതെന്താണെന്നറിയാം, മറ്റേ ഈ ആർട്ടിക്കിൾ മറ്റേന്നൊക്കെ പറഞ്ഞു വരും. ഈ മറ്റേ എന്താണ് നിയമത്തിന്റെ മതത്തിന് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനുമുള്ള വ്യക്തിയുടെ മനുഷ്യരുടെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ ഇവര് സംസാരിക്കും, ഈ മതവാദികളായിട്ടുള്ള ആൾക്കാര്. തീർച്ചയായിട്ടും. എന്നിട്ടാണ് ഈ വക സാധനങ്ങൾ വെക്കുക. മനസ്സിലാവുണ്ടോ? ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഇവർ ഈ സാധനം വെക്കുക. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആകെ ഇവരെടുക്കുന്ന അതിനു വേണ്ടി മാത്രമാണ്. ഏത് ഇവർ ഈ മതം കുഴപ്പമില്ലാതെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ട് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കാണുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ വേറെ പരിപാടികളുണ്ട്. പക്ഷെ എനിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ. എനിക്ക് ഈ ഒച്ചപ്പാടും വെള്ളമൊന്നും കേൾക്കണ്ട, എനിക്ക് റോട്ടിൽ തടസ്സം വേണ്ട, പറ്റില്ല, എനിക്കത് വേണ്ട, പറ്റില്ല. മണക്കണ്ട, കേക്കണ്ട, എനിക്ക് എനിക്ക് ഈ പുക ശ്വസിച്ച് നാളെ ചുമക്കണ്ട എന്ന് വിചാരിക്കാൻ പറ്റുന്നില്ല. ആ സാധനം ഇവരുടെ തലയിൽ ഓടൂല, ഇവർക്ക് ഒറ്റ സാധനം ഓടൂല. എന്റെ പരിപാടി അങ്ങനെയാ, സ്വാർത്ഥതയാണ് മതം. അതാണ് അതിന്റെ പ്രശ്നം. എനിക്ക് എന്ത് നേടണം, എനിക്ക് എന്ത് കിട്ടണം, എനിക്ക് അത് എടുക്കണം. പക്ഷെ ഇവനൊന്നും കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ടാ ഇങ്ങനെയുള്ള ഇത്ര സ്വാർത്ഥരാകുന്നറിയോ? ദൈവം സ്വാർത്ഥന. അതെ അതെ, ഇത് കേൾക്കണോ? ഇവൻ ഈ പറഞ്ഞ ഭക്തരെയും സ്വാർത്ഥരാക്കിയിട്ടുണ്ട്. എല്ലാരും അങ്ങനെയാന്നേ. ഇതിനകത്തുള്ള രസം എന്താ വെച്ചാൽ, ഇവൻ ഈ മണ്ടൻ കൊല്ലം കുറെ ആയിട്ട് ഈ പെണ്ണുങ്ങൾ വന്നിരുന്ന് കഞ്ഞി വെച്ചു, വേറെ കുറെ പടക്കം പൊട്ടിച്ചു. ഇവനൊന്നും ഒരു ഗുണം ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? ഈ രാജ്യവും ഗുണം പിടിക്കത്തില്ല, ഈ മനുഷ്യരും ഗുണം പിടിക്കത്തില്ല. ഇവന്മാർക്കൊന്നും ഒരു സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല. റോഡും കുഴി, ഈ പറഞ്ഞ പോലെ ഈ ശ്വാസവും കൊള്ളത്തില്ല, ഫുഡും കൊള്ളത്തില്ല, വെള്ളവും കൊള്ളത്തില്ല. ഈ പരിപാടി ഒന്നും നടത്താത്ത രാജ്യങ്ങളാണ് പുരോഗമിച്ച രാജ്യങ്ങൾ. ഈ അറബികള് ഇവർ വിശ്വാസികളൊക്കെയാ, പക്ഷെ റോഡിൽ പണി കാണിക്കത്തില്ലൂ. ഇവർക്ക് റോഡിൽ ഇറങ്ങി ഒന്നും ചെയ്യാനില്ല. പിന്നെ വേറൊരു പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഹിന്ദുമത പരിപാടി ഉണ്ടല്ലോ. ഹിന്ദു മതത്തില് ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഓരോ ആഘോഷത്തിനും ഇവിടെ അവധിയുണ്ട്. ഈ മുസ്ലിങ്ങൾക്ക് ഒരു ദിവസവും 2 ദിവസം കൊണ്ട് പരിപാടി തീർന്നു. ഈദ്, മോഹറം, അങ്ങനെയാണ് പരിപാടി. ഒന്ന് ചന്ദ്രനെ കണ്ടു, വേറൊരു ദിവസം എന്തോ പൊടി പറന്നു, കഴിഞ്ഞു. അത് ഇന്ത്യയിൽ ഇവന്മാരെല്ലാം ഉണ്ട് താനും. ഇതിനകത്തുള്ള കുഴപ്പം ക്രിസ്ത്യാനികളാണേലും ഈസ്റ്റർ, ക്രിസ്മസ്, പിന്നെ എന്താ ഇവിടെ ഉള്ളത്, അങ്ങനെ 1-2 പരിപാടിയായിട്ട് യൂറോപ്പിലൊക്കെ അങ്ങനെ അവരങ്ങ് പരിപാടി അങ്ങ് ഒതുക്കും. പിന്നെ അവിടെ ഹാലോവീൻ ഉണ്ട്. ഇവിടെ അങ്ങനെയാണോ? ഏതോ ജയന്തി, ആരുടെയൊക്കെയോ ജയന്തി, എല്ലാ ജയന്തിയുണ്ട്. അവധിയുടെ എണ്ണം 1 മാസം എങ്ങനെയൊക്കെ, എല്ലാ സമാധിയുണ്ട്. ഏതവൻ എവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ജയന്തി, അവധി,
ഈ ടൈമില് എടാ ഈ പറഞ്ഞ പോലെ ഈ ഹിന്ദുമത വിശ്വാസികൾക്കുള്ള അത്രയും ആഘോഷങ്ങൾ ഉള്ളതുകൊണ്ടുള്ള പ്രശ്നം എന്നറിയാവോ? അത്രയും തന്നെ ഒരു പുതിയ സമാധിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഏതാ ആധുനിക സമാധി ലേറ്റസ്റ്റ് ന്യൂജൻ സമാധി അതും നടന്നു. അതായത് അലക്കുകല്ലിനകത്ത് കൊണ്ടിടുക. പക്ഷെ എന്തായാലും വിശ്വാസികൾ വരുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. ന്യൂജൻ സമാധി വരുമ്പോ ശബരിമല ഒരവധി എന്തുകൊണ്ട് യൂറോപ്പിൽ നിന്ന് മറ്റേ ശബരിമല സെയിന്റ് വരുന്നുണ്ട്. വരുന്നുണ്ട് പുതിയൊരു സെയിന്റ്. മൊബൈൽ ഫോണൊക്കെ പിടിച്ച സെയിന്റ് ഉണ്ട്. വിശുദ്ധ അങ്ങനെ ഇത്രയും പരിപാടി ഇന്ത്യ നടക്കുന്നുണ്ട്. എടാ ഇന്ത്യയിലെ ഇന്ത്യയിൽ അത്രയും പരിപാടി നടക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയും പരിപാടി നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അവധികളുടെ എണ്ണം കൂടും, ഇതുപോലത്തെ അതിക്രമങ്ങളുടെ എണ്ണം കൂടും, ഇത്രയും പൊല്യൂഷൻ കൂടും. മനസ്സിലായില്ലേ? ഇത്രയും സമയം കളയും, ഇത്രയും നോയിസ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, പിന്നെന്തൊക്കെയാ ലൈറ്റ് പൊല്യൂഷൻ, എല്ലാ വാട്ടർ, ഇവരുടെ അഭ്യാസം, അതിനിടയിൽ അപകടം, ഇതിനകത്ത് അപകടമുണ്ട്. ഇവന്മാര് ക്രൈനെ വരെ എടുത്തു ഹനുമാൻ എന്ന് പറഞ്ഞോണ്ട് ഹെൽമെറ്റ് വേണം. ഞാൻ ചിന്തിക്കുന്നതേ അവിടെ സേഫ്റ്റി എന്നൊരു വിഷയമാണ്. അവിടെ ദൈവം നോക്കിക്കോളും. ചില ആൾക്കാർ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടും നേരത്തെ പറഞ്ഞ പോലെ വളരെ സമാധാനപരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് മതം എത്രത്തോളം അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രായം വരെ എനിക്ക് സ്വയംഭോഗം ചെയ്യാൻ ഭയങ്കര കുറ്റബോധമായിരുന്നു. ഭയങ്കര പ്രശ്നമുള്ള പരിപാടി. തമിഴ്നാട്ടിൽ ഇത് ഇപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. വലിയ ആൾക്കാരടക്കം പറയും. അതായത് മുതിർന്ന തമിഴ്നാട്ടിൽ ഇപ്പൊ നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ തന്നെ ഏയ് തപ്പുപ്പാ ചെയ്യപ്പെടുക. ഇത് എന്താ സംഭവം? കുറ്റബോധം. അപ്പൊ കുറ്റബോധം ഒരു പ്രധാന പ്രശ്നമാണ്. മനസ്സിലാവോ? എനിക്കത് ചെറുപ്പത്തിൽ ആ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പിന്നെ ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്താണ് ഞാൻ ആ ഒരു 85 ആണോ നിങ്ങള്? 85 ആണോ? 86. ആ കാലഘട്ടത്തിൽ ജനിച്ച ഭൂരിഭാഗം ആൾക്കാർക്കും ഈ കുറ്റബോധത്തിന്റെ മൂഞ്ചിച്ചേർന്നു. പള്ളി കൊണ്ടുപോയി മൂഞ്ചിച്ചു. എന്നെ പല സാധനം പറഞ്ഞു ഇവര് മറ്റേതാ മയിലാണ്, മറ്റേ പരിപാടി വേറെയാണ്, ഇത് വേറെ പരിപാടി നടക്കണത്, സ്വർഗത്തിലേക്ക് എടുക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ വേണ്ട. ഇവിടെ കുറച്ചൊരു മനസ്സിലായി. നമ്മള് കഴിക്കുന്ന ഫുഡിനനുസരിച്ച് ഏജ് മനസ്സിലാവോ? 13 വയസ്സെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടൈം മനസ്സിലാവോ? പരിപാടിയൊക്കെ മനസ്സിലായി. അപ്പൊ മനസ്സിലായിട്ട് പിന്നെ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കണമെന്ന് കൈകെട്ടി കിടന്ന് പറയുമ്പോന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടും. ഇവിടെ ഒന്നും ഇല്ലാതെ ഇനി ഹൂറികളെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച്. ഇവിടെ ഒന്നും അല്ലെന്ന് വലിയ മുറി അവിടെ ഇനോവ കാറ് ഹൂറി എന്നാ വേണം. പിന്നെ മധ്യപ്പുഴ ബാലന്മാരും ഉണ്ട്. ബാലന്മാരും ഉണ്ടോ? എന്നാ സുഖമല്ലേ സ്വർഗത്തിലെ? സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ സ്വർഗമാടാ സ്വർഗം. സ്ത്രീകൾക്കില്ല, സ്ത്രീകൾക്ക് റൈറ്റ്സ്. സ്ത്രീകളെ എന്തിനുള്ള? സ്ത്രീകളെ ആവശ്യമുണ്ട്. ഇളനിലം സ്ത്രീകൾക്ക് സ്വർഗമുണ്ടോ? സീരിയസ്ലി ഞാൻ അറിയാൻ വേണ്ടി കട്ടം വെച്ച് മറച്ചേക്കും അപ്പുറത്താ. ആണുങ്ങൾക്കുള്ള സ്വർഗത്തിനകത്ത് ഇവർക്കും നിക്കാം. അങ്ങനെ അതിന് കുഴപ്പമില്ല. അല്ലടോ, ഹൂറിമാർക്ക് എപ്പോഴും വെർജിനിറ്റി ഉണ്ടാവും. പെണ്ണുങ്ങളുടെ ആത്മാവ് എവിടെ പോകുന്നൊന്നും ആരും ഇവിടെ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും. അത് ഈ ഹൂറി എന്ന് പറയുന്നത് ചിലപ്പോ റോബോട്ടിക് പാർട്ട്നേഴ്സ് ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോ റോബോട്ടിക് പാർട്ട്നേഴ്സ് ആവാൻ ഇനി അതും പറയും. ഇനി അവന്മാർ അത് പറയും. റോബോട്ടിക്സ് ഒക്കെ വന്ന് പറഞ്ഞിട്ടില്ലേ, കണ്ടോ എപ്പോഴും ഞങ്ങളുടെ ബുക്കിനകത്ത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എന്നും വിർജിനായിരിക്കുന്ന ഒരു പെണ്ണുണ്ടാവും. അതാണ് ഈ റോബോട്ടിക് പാർട്ട്ണർ എന്ന് പറയുന്നത്. നമുക്ക് തരണം പാസ്റ്റർമാർക്ക് തന്നെ ഒരുപാട് കിട്ടുന്ന സാധനമില്ലേ, ഇപ്പൊ മുസ്ലിങ്ങൾ ഉണ്ടോ? അത് ഓടുന്നുണ്ടോ നോക്കിയേ. രണ്ട് ഈ അഡാപ്റ്റേഷൻ എല്ലാ രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ കഥയെല്ലാം ഒന്ന് തന്നെ. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ കച്ചവടത്തിന്റെ രീതികള് ഏറ്റവും നന്നായിട്ട് കോപ്പി ചെയ്ത്. ഇപ്പൊ ഞാൻ ഏറ്റവും ഞെട്ടിയൊരു സംഭവം, ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോ അവിടെ എഴുതിയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അതായത് പള്ളിയുടെ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുന്നതുമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയോ
അവരും അവരുടെ വീടുകളിൽ ചെന്ന് നിങ്ങൾ സൽക്കരിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ഇത് ഏത് പള്ളിയാ? ലൈക്ക് പള്ളി എവിടുത്തെയാണെന്ന് പറയണ്ട, ക്രിസ്ത്യൻ പള്ളിയാണോ? ക്രിസ്ത്യൻ പള്ളിയാണ്. ക്രിസ്ത്യൻ പള്ളി, ഓക്കെ. ഇത് ഈ പരിപാടി പണ്ട് മുതലേ ഉള്ളതാ. പള്ളിയിൽ പണ്ട് അനൗൺസ് ചെയ്യുമായിരുന്നു. ഞാൻ കണ്ടപ്പോ ഞാൻ ഞെട്ടി. സത്യത്തിൽ ഇത് ഒരു ജനാധിപത്യ മര്യാദ ഇല്ലാത്ത പരിപാടിയാണ്. ക്യാൻസൽ കൾച്ചർ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് താനും ഞാനും തമ്മിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ തന്നെയുമായിട്ട് ഞാൻ ഒരു വിധത്തിലും ഇടപെടാൻ തയ്യാറല്ല. താൻ ഇരിക്കുന്ന വേദിയിൽ ഞാൻ ഇരിക്കാൻ തയ്യാറല്ല. തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഔട്ട്കാസ്റ്റ് ചെയ്ത് ഒഴിവാക്കി താൻ ഈ സമൂഹത്തിന്റെ ഭാഗമല്ലെന്നുള്ള പോലെ ആക്കി ഊരി വിലക്ക് പോലത്തെ ഒരു പരിപാടി. അത് പഴയ സാധനം. ആ സാധനം അവർ എക്സിക്യൂട്ട് ചെയ്തത്. ഇത് പണ്ട് ചെയ്തിട്ടുണ്ടെന്നേ. ഇത് ഇവരിത് ചെയ്തിട്ടുണ്ട്. മനുഷ്യരുടെ പ്രത്യേകത ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകുന്നവരെ കൊല്ലണമെന്നാ പറഞ്ഞത്. അതെ, അതാണ് ശരിക്കുള്ള സാധനം. അതാണ് ഇസ്ലാം പറയുന്നത്. പുറത്തോട്ട് പോയാൽ തട്ടിയേക്കാനാ പറയുന്നത്. അതാണ് റിയൽ സാധനം. അതിന്റെ താഴെയുള്ള സാധനമാണ് അവനായിട്ട് വിട്ടേക്ക്, അവനായിട്ട് ഇടപെടണ്ടെന്ന് പറയുന്നത്. അതിന്റെ മൈൻഡ് ലൈറ്റ് ആക്കിയതാ. ക്രിസ്ത്യാനിറ്റി കുറച്ച് ലൈറ്റ് ആയി. മുമ്പായിരുന്നെങ്കിൽ തട്ടായിരുന്നു. തട്ടിക്കളയാ. ഇപ്പൊ ഇവിടെ തട്ടാനും പറ്റത്തില്ല, ഒഴിവാക്കിയാലും വേറെ ഒറിജിനൽ ഇസ്ലാമാന്ന് മനസ്സിലാവട്ടോ. ഇനിയിപ്പോ ഒറിജിനൽ ഇസ്ലാമാന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തോട്ട് വന്നിട്ടുണ്ടോ? അവനിത് പറഞ്ഞു. അല്ല, കൊല്ലാനാണ് ആദ്യം പറഞ്ഞത്. എല്ലാരും കൊന്നു കളയണം. ഗ്രൂപ്പ് കൊണ്ടുപോയത്. പിന്നെ എന്നോട് ഒരുത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു 5000 രൂപ കൊടുക്കണ്ട, എന്റെ കയ്യിൽ വേറെ വഴിയില്ല, ഇപ്പൊ ക്രിസ്മസിന് എന്തായാലും അവിടെ പള്ളിക്ക് കൊടുത്തേ പറ്റൂ പറയുന്ന. അതായത് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് പോലും നിശ്ചയിച്ചിട്ടുള്ള തുക നിർബന്ധിച്ചു കൊടുക്കണം. പക്ഷെ ഇത് ദൈവം തരുമെന്നും പറഞ്ഞോണ്ട് നോക്കിയിരിക്കും. ഇവിടെ ഞാൻ ചോദിച്ചു അല്ലേ, മനസ്സിലായി? ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ പള്ളിയിലാണ് നിൽക്കണം. പോലും പ്രാർത്ഥിച്ചോണ്ടിരിക്കാം. കർത്താവേ, ഈ പള്ളിക്ക് കൊടുക്കാനുള്ള കാശ് തരണേ കർത്താവേ, എനിക്ക് വേറെ വഴികളില്ല, എനിക്ക് വേറെ മാർഗം ഞാൻ കാണുന്നില്ല. പക്ഷെ ഇവനെ പിടിച്ച് ദൈവാക്കും. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ ഇവര് പറയുന്നത് എന്തോ ദൈവം തരും, നിങ്ങൾ പള്ളിക്ക് കൊടുത്തോളാൻ. എന്നാ പിന്നെ ദൈവത്തിന്റെ നിമാർക്ക് നേരിട്ട് മേടിച്ചു. പള്ളിക്ക് കൊടുക്കുന്നവര് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് നേരിട്ട് ഇമാർക്ക് മേടിച്ചൂടെ? എന്തിനാ ഇവന്റെ മേടിച്ചിട്ട് പിന്നെ അവന്റെ കൊടുക്കാൻ പറയുന്നത് ദൈവത്തിനോട്? ട്രാൻസാക്ഷൻ ആണ്, അല്ലെ ബ്ലാക്ക് മണി ആയി പോയാലോ? ദൈവത്തിന്റെ നിയമം അറിയാലോ. എനിക്കത് മനസ്സിലായില്ല. അതായത് ഇതെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ പടത്തിലെ ജഗതി പോലെ ഈ ഇഷ്ടിക എങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ ഇടയിലേക്കില്ലേ, അതുപോലത്തെ ഒരു പരിപാടിയാണ്. ദൈവത്തിന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോ സഭ ഇങ്ങനെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ. മുഹമ്മദ് റിയാസ് പോയി അവിടെ വെള്ളം മുണ്ടക്കയിൽ ഒരു കൊച്ചിനെ എടുത്തു കൊടുത്ത പോലെ നടുക്ക് നിന്നിട്ട് ഏറ്റവും അവസാനം ഈ കൊച്ചിനെ എങ്ങാണ്ടുന്ന വെള്ളം ഈ പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തകര് ചെളിക്കകത്തുനിന്നൊക്കെ മുങ്ങി തൂങ്ങിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിൽക്കും ഒരാള് മുണ്ടൊക്കെ കൊടുത്ത് മറ്റേ ഇതൊക്കെ ഇട്ട്, എന്താ പറയാ, മറ്റേ ഗംബൂട്ടൊക്കെ ഇട്ട്, എന്നിട്ട് ലാസ്റ്റിൽ കൊച്ചിനെ ഇങ്ങോട്ട് മേടിച്ചിട്ടുള്ളൂ. അത് വീഡിയോ എടുത്തേക്കുന്നു. നാണം ഉണ്ടോടാ ഇവനൊക്കെ, ഉറപ്പുണ്ടോടാ? എവിടെ നിന്ന് ഇതിനെടുത്ത്? അവരാരും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ആ സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, കഷ്ടപ്പാടല്ലേ. ഇവിടെ PR വർക്കിന് വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിയേക്കോ ഒരു സാധനത്തിനെ. എന്നിട്ട് ഇത് മേടിച്ചിട്ട് ഒരു ഉടുപ്പും ഇല്ലാതെ ഇത് അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യുക, എന്നിട്ട് അതിന് ബൂസ്റ്റ് അടിച്ച് ഈ പൊട്ടന്മാരത് ഷെയർ ചെയ്യുക. എടാ, നാണം ഉടുപ്പുള്ളവർ ചെയ്യത്തില്ല ഇത്. ഉറപ്പായിട്ട് അന്തസ്സുള്ളവൻ ചെയ്യത്തില്ല. കാരണം മറ്റൊരു എന്താ പണിയെടുക്കുന്ന അറിയാത്തോണ്ടാണ് അതിനെ പോയി നിന്ന് മേടിച്ചത്. അതൊക്കെ കാണുമ്പോൾ പുച്ഛം, ആരാണേലും പുച്ഛം, അത് ഏതവൻ ചെയ്താലും പുച്ഛം. അതൊക്കെ ഇത് അറിയാനിട്ടൊന്നുമല്ല ഇവര് ചെയ്തത്. ഇവർക്ക് ഈ സാധനം ഇങ്ങനെ ഇട്ടാൽ പോലും ഇത് മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാന്നുള്ളത് ഇവർക്ക് അറിയാം. അറിയാം, ഇവന്മാര് പൊട്ടന്മാരാന്നറിയാം. ഇത് കണ്ടാൽ മതി. അതിനിടെ മോഹൻലാൽ ചെന്ന് കയറി ഒരു അപകടം നടന്ന സാധനങ്ങളാ. മോഹൻലാൽ ചെന്ന് കയറി ഡയലോഗ് അടിക്കുന്നു, പാർട്ടിക്കാർ പോയി ഡയലോഗ് അടിക്കുന്നു, സുരേഷ് ഗോപി അത് കഴിഞ്ഞ് പോകുന്നു, മുഖ്യമന്ത്രി വന്ന്, അവിടെ പ്രധാനമന്ത്രി വന്ന്, ഇങ്ങനെ കിടന്ന് ഇവരുടെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു അപകടം നടന്ന സ്ഥലം ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇനിയും ഒരു അപകടം നടക്കുന്ന ഇവർക്ക് ലാഭമായതുകൊണ്ട് ഒരപകടം ഇവിടെ തടയാൻ പോകുന്നില്ല. ഇതുപോലെയാണ് താൻ പറഞ്ഞ മറ്റേ സാധനം ദീപിക പദക്കോണിന്റെ മറ്റേ ഡ്രസ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുത്ത ഷാരൂഖ് ഖാന്റെ വീഡിയോ. ദീപിക പദക്കോണല്ല, ഷാരൂഖ് ഖാന്റെ മോളുടെ സാധനം ഇങ്ങനെ കുത്തിവെച്ച് കാണിച്ചത് സത്യത്തിൽ അതിനല്ല, ആ ഡ്രസ്. അത് ഭയങ്കര ഫാദർലി ഒരു സാധനം പോലെ ആ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. അതേ സമയം ഒന്നുമല്ല, ആ ഡ്രസ് ഇങ്ങനെയാണ് ഇടേണ്ടത്. അല്ലാതെ അവിടെ ബുക്കിൾ മറയ്ക്കാൻ വേണ്ടി ഷാരൂഖ് ഖാൻ ഒന്നും ചെയ്തില്ല. പോട്ടെ, അങ്ങനെ ഷാരൂഖ് ഖാന്റെ മോടെ പ്രായമുള്ള പതുക്കോൺ വന്നപ്പോ ഒരു കോണ ഒടിപ്പിച്ച് നിർത്തുന്നത് ശരിയാവൂ? അങ്ങനൊന്നും ഇല്ല. ഇത് ചുമ്മാ കളിയാ, മനസ്സിലായോ? എടോ, ഇവിടെ ഇനി അപകടം നടക്കുന്നത് ലാഭമാണ്.
അതുകൊണ്ട് ആരും താൻ ഈ പറഞ്ഞ പോലെ ഇതൊന്നും ശരിയാക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ ഓരോ കാര്യമുള്ളൂ, വലിയ അപകടങ്ങൾ, അതായത് ഫ്ലഡ്, ഭൂമി ഉലുക്കം, ഉരുൾപൊട്ടൽ, ഇതൊക്കെ ഉണ്ടായുണ്ടല്ലോ. പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവർ പല പൊസിഷൻസ് ഇരിക്കുന്നവർക്ക് മാത്രമാണ് പ്രോഫിറ്റ്, അല്ല സാധാരണക്കാരന് പ്രയോജനമില്ല. അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ കൊറോണ വരെ ലാഭകരമായ കച്ചവടമായിരുന്നു പിന്നീട് ആൾക്കാർക്ക് ഈ ഒരു ബോധം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. എന്നിരുന്നാലും ഇപ്പൊ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ എന്നിരുന്നാലും നമ്മൾ വെറുതെ ഇരിക്കാതിരിക്കാന്നുള്ള ഒറ്റ സംഭവമാണ്. 1916 വിളിച്ചിട്ട് നിങ്ങൾക്ക് പരാതി പറയാൻ കഴിയുന്നില്ലെങ്കിൽ വീഡിയോ എടുത്ത് നമുക്ക് സെൻഡ് ചെയ്ത് തരാണെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ജില്ലാ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏത് ജില്ലയിലാണെങ്കിലും നമ്മളത് ഫോളോ അപ്പ് ചെയ്യും. അറ്റ് എ ടൈം ഈ പറയുന്ന പ്രദേശങ്ങളിൽ, ഈ നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ പ്രോപ്പറായിട്ട് വാട്ടർ അതോറിറ്റി ഈ പറയുന്ന പോലത്തുള്ള ഡ്രൈനേജ് ഇഷ്യൂസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കേസ് കൊടുക്കും. ഡ്രെയിനേജിനോടും വെള്ളപ്പൊക്കം ഇതൊക്കെ ഒരു ഇഷ്യൂ തന്നെയല്ലേ? എടോ ഞാനൊരു കാര്യം പറയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം പറയാം. എനിക്ക് ബാധിച്ചില്ലേ, മുകളിലുള്ള ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. മോഹൻലാലിനോടുള്ള പ്രശ്നം പോലെ മുകളില് താമസിക്കുന്നത് ഞാൻ. അപ്പൊ എന്റെ ഭാഗത്തേക്ക് അങ്ങനെ വെള്ളം കയറില്ല, എനിക്കത് പ്രശ്നം വരേണ്ട ആവശ്യമില്ല. എന്റെ വീട്ടിലും അങ്ങനെ. അപ്പൊ 4 ദിവസത്തേക്കുള്ള മാഗിയുടെയും ഇപ്പിയുടെയും ടേസ്റ്റ് മാറണമെന്ന് വിചാരിച്ചിട്ട് പല ഫ്ലേവറിലുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മാഗി കാണാം, നമ്മുടെ മൊബൈലില് നെറ്റ് നോക്കിയിരിക്കാം, കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. മുകളിൽ നിന്ന് നോക്കുമ്പോ കീഴെ മൊത്തം വെള്ളമാ വിചാരിക്കാതെ നല്ല വ്യൂ ആയിരിക്കും അല്ലേ, ഒരു താമസിക്കുന്ന പോലെ. പിന്നെ ഞാൻ നേരെ പോയി നോക്കി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കില് വെള്ളം ഫില്ലാണോ എന്നുള്ളതാണ്. കാരണം വേറെ ആരും ഇല്ല അവിടെ, എല്ലാരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. ടാങ്കില് വെള്ളം ഫില്ലാണോ നോക്കി കഴിഞ്ഞപ്പോ ഓക്കെ വെള്ളം ഫില്ലാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ സംഭവം സമൂഹത്തിൽ നടക്കുന്ന ഓരോ ഇഷ്യൂസും നമ്മൾ ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് എല്ലാ സാധനങ്ങളും കാണുന്നതും നമ്മുടെ മാനസികാരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞ് തിരിച്ച് അവിടെ പോയി നിൽക്കുമ്പോൾ, ഞാൻ ഇപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. മുന്നേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഞാൻ വീഡിയോ ചെയ്യാറില്ല. വീഡിയോ ചെയ്യാത്തപ്പോൾ മൊത്തം എനിക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതിപ്പോ സോൾവ് ആയി. ഇപ്പൊ പോലീസ് തല്ലിയ വിഷയം തന്നെ ചെകിട്ടമ്മയ്ക്ക് അടിച്ചത്. അതായത് ഇങ്ങനെ ചോദിക്കുന്നത് നിനക്ക് പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് പേടിയില്ല. നിന്റെ ഞാൻ പേടിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ടോ വിളിച്ചോണ്ടത്. അപ്പൊ ആളെന്നോട് പറഞ്ഞ നീ കെറ്റിൽ കീഴിറക്കിയേക്ക്. ഞാൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിൽക്കുന്ന ആളത്ത് RPF വന്നിട്ട് കെറ്റിൽ ഇറക്കിയേക്ക്. ഞാൻ പറഞ്ഞു നിങ്ങളിത് സീസ് ചെയ്തോ, നിയമ നടപടി എന്താണെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പറയാണ് നിന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ കൂടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് സമാധാനമില്ല, അതുകൊണ്ട് നീയൊക്കെ തല്ലി കൊന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കി എന്റെ ജീവൻ കുറച്ച് പ്രശ്നത്തിലാണ്. ഞാൻ വേറെ ക്യാമറ എടുത്തു, ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇയാള് മുന്നോട്ട് കയറി വരുമ്പോ ഞാൻ പാലിക്കേണ്ട അകലം ഞാൻ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നത്. അയാൾ കറക്റ്റ് ക്യാമറ കൈ വെച്ചിട്ട് ഇങ്ങനെയാ പിടിച്ചത്, ഇങ്ങനെ കൈ മടക്കി പിടിച്ചിട്ട് ഇവിടെ ഒരൊറ്റ അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു, ഞാൻ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്റെ കൂടെ വന്നാണ്. തന്റെ കൂടെ ഇനി വരാൻ തയ്യാറില്ല, ഞാൻ വേറൊരു പോലീസ് ഓഫീസറാണ് ഈ വരണം എന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ 3 പേരുടെ സ്കെച്ച് മറ്റേ സാധനം അതൊക്കെ കഴിഞ്ഞിട്ട് പോനെ ഒരു പരാതി ഞങ്ങൾക്കില്ലാന്ന്. എന്റെ പരാതി എന്താ ചെയ്യേണ്ടത് ഞാൻ ചോദിച്ചു. അവര് വിചാരിക്കുന്നില്ല നമ്മൾ ഇത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു വിചാരിക്കുന്നില്ല. കാരണം മറ്റേ പോലീസിന്റെ മുഖമൊക്കെ ആകെ പോയി, ആ പോലീസിനെ ആ ഭാഗത്തുനിന്ന് നിർത്തി. ആള് പറഞ്ഞു നീ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി നിൽക്ക്, ഇവിടേക്ക് നീ വരണ്ട. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ടെൻഷൻ ആവും. എനിക്ക് ടെൻഷൻ ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നീതിബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഇടിക്കുന്ന ഒരാളെ, അതായത് ചോദിച്ച ചോദ്യം മനസ്സിലാക്കി പേടിയുണ്ടോ? പേടിയില്ലെന്ന് പേടിപ്പിക്കാന്ന്. നിന്റെ ഞാൻ പേടിപ്പിച്ചാരാന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അതായത് ഞാൻ മര്യാദക്ക് ഒരു വീഡിയോയും ചെയ്യാതെ സമൂഹത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് മര്യാദക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളെ തല്ലി കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഇവരുടെ സിസ്റ്റമാണ്, അതായത് ഈ പറയുന്ന പോലീസ് ഗ്രൂപ്പിന്റെ ഈ സിസ്റ്റമാണ് എന്നെ ബ്രേക്ക് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ അല്ല, ആ സിസ്റ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വെള്ളപ്പൊക്കം തൊട്ടിട്ട് എല്ലാ വിഷയങ്ങളും നമ്മൾ സിസ്റ്റത്തിന്റെ കുഴപ്പം മാത്രമല്ല വ്യക്തികളുടെ കുഴപ്പമുണ്ട്. ചില വ്യക്തികൾ അതായത് പ്രൂഫ് സഹിതം കാണിച്ചിട്ട് ഈ പോലീസിന് ഇത്തരം നടപടി ഉണ്ടായില്ല. പിന്നെ എപ്പോഴാണ് നടപടി ഉണ്ടാവുന്നറിയോ? 4 പോലീസുകാര് ബേസ് ചെയ്ത് നമ്മൾ ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് വിളിച്ച് സംഭവം കാര്യങ്ങൾ നടപടി ഉണ്ടാവുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മൾ കുറെ ദൂരം പോകണം, കുറെ സമയം മെനക്കെടണം, നമ്മുടെ സമയം കളയണം. അതായത് പൈസ നഷ്ടം വരും. ഇവിടെ സത്യമേവ ജയതേന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ എഴുതി വെച്ചിട്ടുള്ളതിന് നടക്കും. ഒരു പ്രതിബദ്ധത എന്ന് പറയുന്ന സാധനം അതങ്ങ് മറന്നുപോയി. സത്യമേവ ജനഹേ എന്നൊക്കെ ഞാൻ പറയുകയാണ്. ജനഹേ ജനതേ. ഞാൻ ചോദിച്ചു ഈ ടൈറ്റിൽ അറിഞ്ഞില്ലല്ലേ? ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനും ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഈ അവരവരുടെ സത്യമേവ ജനഹേ ജനതേ ജനകേ ജഗതേ. അല്ലാതെ മറ്റേതില്ല, അതൊന്നും ഇല്ല. അല്ല, ഇതാണ് പുതിയ. ഞാനൊരൊറ്റ കാര്യം പറയട്ടെ, എനിക്ക് ജനകേ ജനതേ ഈസ് ന്യൂ ജയഹേ. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് മനസ്സിൽ നമുക്ക് ബുദ്ധിയുള്ളവന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് വൈരാഗ്യമല്ല തോന്നാം, അവന് ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യണം എന്ന് തോന്നാം. അത് തന്നെയാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. പലരും പറയുന്നുണ്ട് ഞാൻ മനോരോഗിയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്നെ രോഗിയാക്കിയത് ഈ സിസ്റ്റം തന്നെയാണ്. മനോരോഗി എന്ന് പറയുന്ന ഡയലോഗ് വരുന്നത് പറയുമ്പോ അത് ഈ സൊസൈറ്റി പോകുന്ന ഒരു പോക്കുണ്ട്. സമൂഹം ഒരു പ്രത്യേക രീതിയിലാണ് പോകുന്നത്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ ഇടപെടേണ്ട കാര്യമില്ലാന്ന് നമുക്കുള്ള ഒരു പൊതുബോധം ഉണ്ടല്ലോ. അത് പോലീസിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മള് ഈ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. സർക്കാരിനെ ചോദ്യം ചെയ്യാം ചായക്കടയിൽ, അവിടെ അതിനപ്പുറത്തോട്ട് സാധനം കൊണ്ടുപോകാൻ പാടില്ല. ചായക്കടയിലെ ചർച്ചകളെ കുറിച്ചൊക്കെ ഘോര ഇപ്പോഴും വരുന്ന കൊണക്കണ ആൾക്കാർ. എനിക്കറിയില്ല എന്ത് മെയിനാണ്. ഇപ്പോഴും അത് പറയും. പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. പഴയ സാധനം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ഒരു പ്രത്യേക സമൂഹത്തിനകത്ത് ഒരാളങ്ങോട്ട് മാറി നിന്നിട്ടേ ഒരു പുതിയ പരിപാടി അവതരിപ്പിക്കുന്നു. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പുറത്തായി, താൻ വിയേഡായിട്ടാ ബിഹേവ് ചെയ്യുന്നത്. താൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇവിടെ ആരും അങ്ങനെ ബിഹേവ് ചെയ്യുന്നില്ലല്ലോ, തനിക്ക് അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതിലെ ഏറ്റവും വ്യക്തമായിട്ട് മെജോറിറ്റിയുടെ പ്രശ്നം അല്ല, സൊസൈറ്റി മെജോറിറ്റി അല്ലല്ല. മെജോറിറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയുടെ യാതൊരു ബന്ധമില്ലടൂ. ഈ സൊസൈറ്റി ആണോ മെജോറിറ്റി? അങ്ങനല്ല, ഈ സൊസൈറ്റിയിലെ മെജോറിറ്റി മനസ്സിലാകുന്നുണ്ട്. നമ്മളിപ്പോ മൈനോറിറ്റി ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരല്ലേ. പിന്നെ മെജോറിറ്റി ആൾക്കാരുടെ താല്പര്യങ്ങളും മെജോറിറ്റി ആൾക്കാരുടെ എന്താ പറയണ്ട റെപ്രസെന്റേറ്റീവ്സ് എവിടെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ താൻ എന്താ പ്രതീക്ഷിച്ച മെജോറിറ്റി ആൾക്കാർ ഇങ്ങനെ ഇവിടുത്തെ മനുഷ്യരെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആരൊക്കെ വിജയിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ചു. എടാ ആര് വിജയിച്ചു? അവിടെ അവരെന്തോ ഒരു ഷോ നടത്തുന്നു, ആ പൊട്ടപ്പരിപാടി കാണുന്നതാ പ്രശ്നം. അവിടെ ആര് ജയിച്ചോ തോറ്റോന്നുള്ള ഒരു കാര്യമില്ല, നടക്കത്തില്ല. പനശോയ അല്ല, അങ്ങനല്ല. അവിടെ ഒന്നും നടക്കാന്ന് പോകുന്നില്ല. അവിടെ അതിനല്ല അവര് വിളിക്കുന്നത്. അവിടുത്തെ കോൺട്രാക്ട് ഒക്കെ വേറെയാ. അങ്ങനൊന്നും അല്ലത്. അതുകൊണ്ട് അത് നോക്കണ്ട. ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന സാധനം കാണുന്നതാ പ്രശ്നം. അവിടെ ആര് ജയിക്കുന്നു എന്നുള്ളതോ തോക്കുന്നുള്ളൊരു വിഷയമല്ല. അതിന് പ്രേക്ഷകരുള്ളത് വലിയ പ്രശ്നമാണ്. പക്ഷെ 2 വിജയികളെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കും. അതെങ്ങനെയാണ് എന്താണ് അത് നമ്മുടെ വിഷയം. പുറത്താക്കപ്പെടുന്ന വിജയി ഒന്ന് ജയിക്കും. ഒരാൾ എപ്പോഴും എതിരാളിയായിട്ട് മാറും. സമൂഹത്തിൽ ഒരാള് എഗെയിൻസ്റ്റ് ആണ്, മറ്റേ വിന്നറും. ഇയാള് പോരാത്ത ആളുമാണ്, ഇയാള് കുഴപ്പക്കാരനാണ്, അയാളുമായിട്ട് മത്സരിച്ച ആളെന്നുള്ളതിൽ ഇയാൾക്ക് പ്രശ്നങ്ങളും വരും. ഇയാളെ ഭയങ്കരമായിട്ട് ബാഷ് ചെയ്യും. മനസ്സിലാവട്ടോ? ഭയങ്കര മോശമായിട്ട് പറയും. മറ്റേ ആര്യ എന്ന് പറയുന്ന നടിയുണ്ടല്ലോ, മറ്റൊരു സിനിമാ നടിയല്ല, കണ്ടിട്ടില്ല. അതിനൊക്കെ ഇതൊന്നും കുത്തിയിരുന്ന് കണ്ടിട്ടല്ലേ പറയണേ. പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന് എത്രത്തോളം ട്രാൻസ്പെറന്റ് ആവാൻ കഴിയും എന്നുള്ളതിന്റെ ഓഫായത് അതിനകത്ത് ട്രാൻസ്പെറന്റ് അല്ലത്. അത് ഓൾറെഡി പ്ലാൻഡ് സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി എല്ലാം അങ്ങ് സ്ക്രിപ്റ്റഡ് അല്ല. ഒരു പ്രത്യേക ഇൻസിഡന്റിൽ ബിഹേവ് ചെയ്യുന്നതൊക്കെ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് എഡിറ്റിംഗും ഉണ്ട്. ഇത് 2 ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത സാധനം 3-ാമത്തെ ദിവസം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ലൈവ് എന്നുള്ള ധാരണയിൽ ആൾക്കാർ കാണുന്നതേ ഉള്ളൂ. അല്ലാതെ ഇത് അപ്പൊ തന്നെ കാണിക്കുന്ന പരിപാടിയല്ല. അങ്ങനെ ലൈവ് വരാൻ പറ്റത്തില്ല. ഇത് കാണുന്നവരുടെ മനഃശാസ്ത്രം എന്തുകൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ അതന്നെ കറക്റ്റ് ഒക്കെ കണ്ടോണ്ടിരുന്ന ആൾക്കാർ ഇടി ഒറിജിനൽ ആണെന്ന് തോന്നുന്നു അവർക്ക്. ഭയങ്കര ഇടിയോ, അവര് തമ്മിൽ ഭയങ്കര അവർക്ക് ഫാൻസ് ആവും. അറിഞ്ഞിട്ടും കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഓർമ്മ വരുന്നത് മറ്റേ പഴഞ്ചൊല്ലാണ്, കാണാൻ നല്ല ക്രിക്കറ്റാന്ന് പറഞ്ഞ ഇപ്പൊ ഇവര് വേറെ പരിപാടി കാണുന്നില്ലേ? എല്ലാം ഇപ്പോഴത്തെ കളി എന്തോ ക്രിക്കറ്റ് അല്ലത്. ക്രിക്കറ്റ് കഴിഞ്ഞു പോയി. 50 ഓവർ ആ പരിപാടി കഴിഞ്ഞു. അത് ആദ്യത്തെ ഗെയിം. ആ ഗെയിം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ വലിയ കലർപ്പില്ലാതെ കളിച്ചോണ്ടിരിക്കുന്നത് ഫുട്ബോളേ ഉള്ളൂ.
അല്ല ബാക്കി കുറെ ഉണ്ട്, ഇല്ലെന്നല്ല. ഈ ചെറിയ സമയങ്ങൾ കൊണ്ട്, അതായത് 1 മണിക്കൂർ കൊണ്ടൊക്കെ തീർന്നുകൊണ്ടിരുന്ന കളികൾക്കകത്ത് വലിയ മായം കലക്കാൻ പറ്റത്തില്ല. പക്ഷെ ക്രിക്കറ്റൊക്കെ വന്യ അലമ്പായി, കോഴ അലമ്പ്, എന്തുവാടേ, മനസ്സിലായോ? അങ്ങനെ പറ്റത്തില്ല. എന്റർടൈൻമെന്റ് ആയി മാറി. സ്പോർട്സ് അല്ല, അത് തന്നെ, രണ്ടും കൂടാ. അതൊരു പ്രത്യേകതരം പരിപാടിയാണ്. അപ്പോഴാണ് മറ്റേ സാധനം വന്നത്, മറ്റേ ചിയർ ഗേൾസ് ഒക്കെ വന്നിട്ട്. ചിയർ ഗേൾസ് വന്നു. ഈ സിനിമ ഒറിജിനൽ വിചാരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇത് വെച്ച് അത് ശരിയാ. ഞാൻ ചെറുപ്പത്തില് പറയുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമില് കിരീടം കണ്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ചത്ത മോഹൻലാൽ എങ്ങനെയാണ്. എനിക്ക് അടുത്ത പടം വരുന്ന വരെ ഒരു സമാധാനം ഇല്ല. റഹ്മാൻ മിക്ക സിനിമയിലും മരിക്കും. പിന്നെ അടുത്ത പടത്തിൽ റഹ്മാൻ വരുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്യും. റഹ്മാനാണ് ആദ്യം പടവും ഇല്ല, മോഹൻലാലൊക്കെയാണ് ഒരു സമാധാനം. ഇത് മമ്മൂട്ടി മോഹൻലാലൊക്കെ മരിച്ചാലും കുഴപ്പമില്ല, പെട്ടെന്ന് അടുത്ത പടം വരും. റഹ്മാന്റെ കേസ് അതല്ല. ഞാൻ കുറെ നാള് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, റഹ്മാൻ ഇങ്ങനെ മരിച്ചു പണ്ടാരം വന്നല്ലോ. മോഹൻലാൽ 3 പ്രാവശ്യം മരിച്ചിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു, പലരും മരിച്ചിട്ട് തിരിച്ചു വന്നു. റഹ്മാൻ വന്നിട്ടില്ല. ലാസ്റ്റ് റഹ്മാൻ എന്തോ മരിച്ചു, പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ കുറെ കൊല്ലം കഴിഞ്ഞു മറ്റേ എന്തോ രാജമാണിക്യത്തിനകത്തൊക്കെ ഇല്ല, രാജമാണിക്യത്തിനകത്ത് വന്നു. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അതിനകത്ത് മരിക്കുന്നില്ല. ഇപ്പൊ മരണം നിർത്തി, റഹ്മാൻ മരണ പരിപാടി നിർത്തി. മരണ സ്റ്റാർ അല്ല, പണ്ട് ഒരുപാട് പലതും ദുരൂഹതയോ. ചിലപ്പോ ഇടയ്ക്കെങ്ങാനും വെച്ച് കറണ്ട് പോയാൽ മരിച്ചതിന്റെ കാരണം അറിയാതെ നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കണം കുറെ നാളുകൾ. ഇതേപോലെ സിസ്റ്റം അല്ല അന്ന് ദൂരദർശനിലൊക്കെയാ കാണുന്നത്. മരിച്ച് അതുമല്ല, മരിച്ചിട്ട് സിനിമ മുഴുവൻ കാണാൻ പറ്റാതെ കറണ്ട് പോയാൽ ഊമ്പി. ഇതെവിടെ, എങ്ങനെ മരിച്ചു, മരിച്ചോ ഇല്ലയോ, വലിയ പ്രശ്നമാണ്. സ്കൂളിൽ ചെന്ന് നമ്മള് ചോദിക്കുമ്പോ പറയാം അവിടെ കറണ്ട് പോയെന്നാ പറയുന്നത്. ഒരുമാതിരിപ്പെട്ട കുട്ടികളുടെയൊക്കെ ഇപ്പോഴാണ് കുഴപ്പമില്ല, യൂട്യൂബിലാണ് കാണുന്നത്, അവർക്ക് എപ്പോ വേണമെങ്കിലും ഇത് കണ്ടു തീർക്കാം. നമ്മൾ ഒറ്റ സ്വിച്ച് ഇരുന്ന് എല്ലാ പടവും കാണണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ പ്രശ്നമുള്ളത്. എന്തെങ്കിലും ആട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്നും ഒരുപാട് അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പ്രോഫിറ്റബിൾ ആകാൻ കഴിഞ്ഞിട്ടില്ല ഗവൺമെന്റിൽ. അതില്ല. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രോഫിറ്റബിൾ ആക്കി ഉണ്ടോ? അത് നടക്കത്തില്ല. വല്ലവന്റെ കാശായതുകൊണ്ട് സ്വന്തം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഒരാൾ വരുന്ന ഒരാളും വല്ലവരുടെ കാശിട്ട് ചുമ്മാ കളിക്കുന്ന ഒരാളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ പറഞ്ഞ മനുഷ്യരുടെ എല്ലാം ഇതിനകത്തുണ്ട്. നമ്മുടെ ആൾക്കാർ അങ്ങനെയാ, തനിക്ക് ചുമ്മാ കുറെ പൈസ കിട്ടുക, താൻ അത് വെച്ചിട്ട് ഇത് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വലിയ ലാഭകരമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. ആകാശവാണിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാ സ്ഥലങ്ങളിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അവിടുത്തെ സ്റ്റാഫിന് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ മരം പുറത്തേക്ക് വന്നിരിക്കുക, ഒരു നോക്കി നടപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. 1.5 വർഷം സീരിയസ്ലി അത് നല്ലൊരു ആർട്ടിസ്റ്റിനൊക്കെ വെച്ച് സംഭവം ബിനാലേക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അല്ല നല്ലൊരു ഐഡിയ ആട്ടത് അല്ലേ. ഒത്തിരി എടുത്തുണ്ട് മരമൊക്കെ റിസോർട്ടിനകത്തൊക്കെയാ. അല്ല, ഞാൻ പറഞ്ഞു തന്നത് ഈ പറഞ്ഞ രീതിയിൽ ഒരു പൈസ കിട്ടിക്കൊണ്ടിരുന്ന അതെ അല്ല, ഇത് പക്ഷെ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ആ പ്ലേസ് അങ്ങനെ കൊടുക്കാം, കാരണം ശരിക്ക് നടുവിലൂടെയാണ് മരം വളർന്നിട്ടുള്ളത്. അതങ്ങനെ പൊളിച്ച് എടാ, ഈ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു ഉഗ്ര സീനുണ്ട്. നമ്മളവിടെയൊക്കെ തടിവണ്ടി പോകുന്നതാണ് ഇങ്ങനെ. എല്ലാ ദിവസവും എവിടെ നിന്നാണോ ഇത്രയും തടി പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ വർഷത്തിലൊരിക്കൽ ഒരു മരം നടും, പിന്നെ റോഡിന് നടുക്കുകൊണ്ട് ഇങ്ങനെ ചെടി നടും. പ്രകൃതി സംരക്ഷണം. അല്ല, കാലഘട്ടങ്ങൾക്ക് ശേഷം ഈ രാത്രി ഇറങ്ങാത്ത ആൾക്കാർക്ക് ഇത് കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. കുഴിക്കാത്ത വാഴ നടും. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഈ മരം നടൽ പ്രഹസനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് പ്രത്യേകിച്ച് രാത്രി ഇറങ്ങരുത്. പക്ഷെ രാത്രി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 ആയി കഴിഞ്ഞാൽ പിന്നെ തടിവണ്ടിയുടെ കളിയാ. ഇത് എവിടുന്നാണോ ഇത്രയും തടി പോകുന്നത്? അത് പക്ഷെ വണ്ടി കാണുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും, നമുക്ക് ഒരു ഭയങ്കര സിനിമയൊക്കെ കണ്ട് തൊഴിലടിച്ചിരിക്കില്ലേ, അത്രയും തടി വെക്കൊണ്ടിരിക്കുക. പക്ഷെ പോകുന്നുണ്ടോ നമുക്ക് പേടിയാവും. അതിന് ഏതോ ഒരു ദിവസമുണ്ട് മരം നടന്ന് പിള്ളേരൊക്കെ കൂടെ സ്കൂളിൽ ചെന്നിട്ട് വെള്ളം ഒഴിക്കും, മന്ത്രിയൊക്കെ വന്നാ നടന്ന്. അതാ ഭയങ്കര കോമഡി. എന്തൊരു കോമഡിയാണ് ഇവന്മാരെല്ലാം കൂടെ ചെയ്യുന്നത്. ഇവിടെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ടന്മാരായതുകൊണ്ട് ഇവന്മാർക്ക് ഇത് വലിയ സന്തോഷം ഇത് കാണുന്നത്. അതാരാന്ന്? എടാ, ജപ്പാൻ കുടിവെള്ള പദ്ധതി. അല്ലല്ല, അവിടെ നിന്ന് ജപ്പാനിൽ നിന്ന് പൈപ്പ് ലൈൻ ഇടാൻ പോവാ ഇങ്ങോട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്.
അതുണ്ട്. വേറെ മഴയുടെ ഒക്കെ പറഞ്ഞാണ് എനിക്കറിയത്തില്ല. എല്ലാത്തിലും ശാസ്ത്രീയമായി പല കാര്യങ്ങളും, അത് ഊഷ്മാവ് വർദ്ധിക്കുന്നത് അത് വേറെ. ശാസ്ത്രജ്ഞന്മാരാണല്ലോ ഇവിടെ മന്ത്രിമാരാവുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വിദ്യാഭ്യാസ പദ്ധതിക്ക് വിദ്യാഭ്യാസമേ ഇല്ല. ഉഗ്രൻ, സൂപ്പർ, പൊളിച്ചു. വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് കൂടുതലും. അല്ല, അതെങ്ങനെ അങ്ങനെ കൈമാറണം എന്നുള്ളതാണ് കറക്റ്റ് പേഴ്സൺ കൊണ്ട് കൊടുക്കുന്നത്. അതായത് ഒരാൾക്കും വിദ്യാഭ്യാസം ഇല്ലടാ ഇവിടെ. നീ ഏത് മന്ത്രിക്കാ വിദ്യാഭ്യാസം ഉള്ളത്? രമേശ് ചെന്നിത്തല. അല്ല, ചില അഡ്വക്കേറ്റ് ഈ പറഞ്ഞ LLB പഠിച്ച് പാസ്സായ കുറച്ച് പേരുണ്ട്. പക്ഷെ ഇവരാരും കോടതി പോയിട്ടുള്ളവരൊന്നും അല്ല. ചുമ്മാ പറയുന്ന ഇവര് LLB എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയോ എവിടെയോ ചെന്ന് ഏതാണ്ട് ഒപ്പിച്ചോണ്ട് യാഥാർത്ഥ്യമാണ്. പോരാത്തിന് ഇല്ല മാനേജ്മെന്റ് എന്താണെന്ന് അറിയില്ല, കോർഡിനേഷൻ എന്താണെന്നുള്ളത് അറിയില്ല, എങ്ങനെ ഒരു ടീമിനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് ഇറക്കുക, മെയിൻറ്റെയിൻ ചെയ്യണ പരിപാടി ഇല്ല. നശിക്കുമ്പോ പുതിയ പ്രൊഡക്റ്റ് ഇറക്കാനുള്ള പരിപാടികൾ നോക്കുക. സത്യം. ഇവിടെ അങ്ങനെ അതിനുള്ള ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഇത് എങ്ങനെയൊക്കെ നടന്നു പോകുന്നു, അത്രേ ഉള്ളൂ. ഈ ടോയ്ലറ്റോ? പിന്നെ അതിനകത്ത് ചെടി മുളച്ചിരിക്കുന്നതാണ്. പക്ഷെ നല്ല വളമാണല്ലോ, വളരും. കണ്ടുകൊടുത്തു പോണം. എന്തൊക്കെയാ നടത്തിയത്, ഓരോരോ ഉടായ്പകള്. നമുക്ക് നിർത്താല്ലേ, കഴിഞ്ഞു. ഇനി അടുത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് വഴിതെറ്റി പോകുന്നതിന് പകരം ഒരൊറ്റ കാര്യം പറയുള്ളൂ, നിർത്താൻ പോകുന്നേക്കാൾ മുമ്പ് നമ്പർ ഒന്നുകൂടെ പറഞ്ഞേക്കാൻ. അടുത്ത വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഇനി മഴ പെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. 1916 വിളിച്ചിട്ട് പരമാവധി ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുക. അല്ലാത്ത വർഷം വീഡിയോ കാര്യങ്ങളോ എന്റെ ഫോൺ നമ്പറിലേക്ക് അയക്കുക. 9778222477 എന്നാണ്. അതേപോലെ തന്നെ ഈ പ്രോപ്പർ പ്ലേസും കാര്യങ്ങളും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ 1916 വിളിച്ച് നമ്മൾ കംപ്ലൈന്റ് ചെയ്യും. ഈ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കേണ്ടതാണ്. പരമാവധി നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് 1916 വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. പ്രോപ്പർ ആയിട്ട് എല്ലാ സ്ഥലത്തിന്റെയും കാര്യങ്ങളുടെയും ഇൻഫോർമേഷൻ കൊടുത്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്കറ്റ് നമ്പർ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും. ആ ഡോക്കറ്റ് നമ്പർ വന്നിട്ടില്ലെങ്കിൽ വീണ്ടും വിളിച്ച് അത് ശേഖരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ എക്കോലൂമില് നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തതിന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. റീസോൾവ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും വിശ്വസിക്കരുത്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക അത് സോൾവ് ആയിട്ട് തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ പരമാവധി നമുക്ക് നമ്മളുടെ അധികാരബോധത്തെ കുറിച്ചിട്ട് ബോധ്യം ഉണ്ടാവണം. ഇവിടെ അടുത്തൊരു വെള്ളപ്പൊക്കം നമ്മൾ ഫേസ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. അതുകൊണ്ട് തന്നെ പരമാവധി ജനങ്ങൾ ഇതിന് ഈ ഡ്രൈനേജ് വാട്ടർ, ഈ പറഞ്ഞ പോലെ വാട്ടർ ലീക്കേജ് കാര്യങ്ങൾ കാണുകയാണെങ്കിൽ പരമാവധി റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്തിട്ടും അവർ പ്രോപ്പർ ആയിട്ടുള്ള നടപടി എടുത്തിട്ടില്ലാതെ ഒരു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അവരുടെ അനാസ്ഥയാണ്. ഓക്കെ. അപ്പൊ ഓക്കെ, ബൈ.